എൻ്റെ ഇപ്പോഴത്തെ ചോദ്യത്തിനെ സാറ് ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇയാൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഉത്തരങ്ങളുള്ളതാണ്. ജീവന്റെ ഏറ്റവും അടിസ്ഥാന സാധനമാണ് ലൈംഗികത, വേറെയല്ല. അതെ, തീർച്ചയായിട്ടും. ഇയാൾക്ക് വിശപ്പ് തോന്നുന്നത് പോലെയാണ്, അല്ലാതെ ശരി തെറ്റുകൾ വെച്ച് ലോകത്തിനെ മനസ്സിലാക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്. വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾപ്പെടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയല്ല. താൻ അതിന്റെ പ്രതിനിധിയായിട്ട് ആ ചോദ്യം ചോദിക്കുന്നത്. പിന്നെന്താ, ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. എന്നെ പോലെ വിവരമില്ലാതായി കഴിഞ്ഞതിന് ശേഷമുള്ളവർ ഇരിക്കുന്ന സ്ഥലമാണ്. എന്നെ വിവരമില്ലാത്തവൻ എന്ന് പറയാൻ ശ്രമിക്കുന്ന ഇയാൾ വിവരമില്ലാതെ താൻ ഹെയറാർക്കി ഉണ്ട് എന്നുള്ളത് തന്നെയായി പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് അതുകൊണ്ടെന്താ, എന്റെ മനസ്സിലിരിക്കുന്ന സാധനമല്ല ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിയന്ത്രണം വേറെ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന നിലവാരത്തിലാണ്. ലൈംഗിക വിദ്യാഭ്യാസം പറഞ്ഞ കൊച്ചിനെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പഠിപ്പിക്കുന്ന അല്ല, കുഞ്ഞിനെ വളർത്തുന്നതാണ് കുടുംബം എന്നെ എൻ്റെ അറിവ്. അച്ഛന്മാരുടെ ആവശ്യമില്ല അവിടെ. നമസ്കാരം. വ്യത്യസ്തമായ ചിന്തകൾ എല്ലാ കാലത്തും മനുഷ്യനെ ആകർഷിച്ചിരുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം പല മനുഷ്യരുടെയും വ്യത്യസ്തമായ ചിന്തകളുടെ ഫലമാണ്. അത്തരത്തിൽ വ്യത്യസ്തമായ ചിന്ത കൊണ്ട് മലയാളിയെയും കേരളക്കരയെയും നമ്മുടെ ലോക ജനത്തെയും ഒരിക്കൽ കൂടി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം. വേറെ ആരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ മൈത്രേയനെ കുറിച്ചാണ്. സ്വാഗതം സാർ. സാർ ജനിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ആണെന്നാണ്. കേരളത്തിൽ കൊല്ലത്താണ്. അപ്പം സാറിൻ്റെ ആ കുട്ടിക്കാലം മുതൽ സാർ ജനിച്ചതിന് ശേഷം വളർന്നു വന്ന വിവിധ സ്ഥലങ്ങളുമായിട്ടുള്ള അതിനെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? കൊല്ലത്ത് ജനിച്ച് അവിടെ ഒരു 5 വയസ്സ് വരെ ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. ഈ നഴ്സറി എന്ന് പറയുന്ന അന്നില്ല, ആശാപ്പള്ളിക്കൂടമാണ്. അവിടെ ഒരു ആശാരി സാറിൻ്റെ കടയിലാണ്. അയാൾ വിറക് വിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് ആശാരി സാറെന്ന് വിളിക്കും. അവിടെ പോയിട്ടാണ് നമ്മൾ അക്ഷരമൊക്കെ പഠിച്ചത്. അപ്പോൾ അയാൾ എന്നെ ഈ വിറകിൻ്റെ പുറത്തെ പൊളി വെച്ച് അടിക്കാൻ വരുന്നതൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് കൊല്ലത്തെ ഒരു ജീവിത ഓർമ്മ. അവിടെ ഒരു മൈതാനമൊക്കെ ഉണ്ടായിരുന്നു, കടപ്പാക്കട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇന്നിപ്പോൾ അവിടെ ഒന്നും ഇല്ല, ആശ്രമമല്ല, അതിന് തൊട്ടിപ്പുറത്ത് ഇപ്പോൾ അവിടെ സ്പോർട്സ് ക്ലബ്ബൊക്കെ നിൽക്കുന്ന ഒരു മൈതാനമായിരുന്നു. അതില്ലിപ്പോൾ അത് മുഴുവൻ കടയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മൈതാനം ഉണ്ടെന്ന് ഇപ്പോൾ ചിന്തിക്കാനൊന്നും ഒക്കത്തില്ല. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ ജനിച്ചു. അപ്പോൾ 5ാം ക്ലാസ് വരെ, 5ാം ക്ലാസ്സിൽ 5 വയസ്സ് വരെ. ആ സമയത്ത് അമ്മയുടെ അമ്മ മരിച്ചു പോവുകയും അമ്മ കോന്നി എന്ന് പറയുന്ന പത്തനാപുരം, ഇന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്ന, അന്ന് കൊല്ലം ജില്ല തന്നെയാണ്, അവിടെ അമ്മ പോയപ്പോൾ എന്നെ പോലെ ഞങ്ങളെല്ലാവരും ചെറിയ ആൾക്കാരാണ്. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി അവിടുത്തെ സ്കൂളുകളിൽ വകയാർ, കൂടൽ, പത്തനാപുരം, പത്തനംതിട്ട, ഇങ്ങനെ 4 സ്ഥലത്തുള്ള സ്കൂളിൽ പഠിച്ചു. അത് ഒരു 9ാം ക്ലാസ്സിൻ്റെ പകുതി വരെ പഠിച്ചപ്പോൾ അവർ ആ സ്ഥലം വിറ്റപ്പോൾ അച്ഛൻ്റെ സ്ഥലം ആലപ്പുഴ ഹരിപ്പാട് കായംകുളം കായലിൻ്റെ തീരത്താണ്, ചിങ്ങോലി കാർത്തികപ്പള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് വരുമ്പം അവിടെ റോഡ് ഇല്ല, അപ്പോൾ വെള്ളക്കെട്ടുമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ തെങ്ങിനിടയിൽ കൂടെ സൈക്കിൾ ചവിട്ടി വരാം, പക്ഷെ അപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ടില്ല. അത് കാരണം കൊണ്ട് 9ാം ക്ലാസ് ഞാൻ മാവേലിക്കര സ്കൂളിൽ, അവിടെ എൻ്റെ അമ്മയുടെ സഹോദരൻ ഡോക്ടർ തമ്പുരാൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചാണ് 9ാം ക്ലാസ് പാസ്സായത്. അപ്പോൾ അത് പാസ്സായതിന് ശേഷത്തിന് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. അപ്പോൾ 10ാം ക്ലാസ് ഹരിപ്പാട് ഹൈസ്കൂളിൽ പോയി. അങ്ങനെ ആലപ്പുഴ ഈ കായംകുളം കായലിൻ്റെ തീരത്താണ് പിന്നെ വളരുന്നത്. പ്രിഡിഗ്രി നങ്ങിയാറുകുളങ്ങര കോളേജിൽ, അവിടെ ഹരിപ്പാടിനടുത്താണ്. അത് കഴിഞ്ഞ് BA-ക്ക് SD കോളേജിൽ. ഇത് പഠിച്ചുകൊണ്ടിരുന്ന SD കോളേജിൽ നിന്ന് പാസ്സായി ഇറങ്ങിയപ്പോൾ വടക്കേ ഇന്ത്യയിലായിരുന്നു എൻ്റെ 2 ചേട്ടന്മാരും മെഡിസിൻ പഠിച്ചത്. SD കോളേജിലാണോ BA ചെയ്തു പൂർത്തിയാക്കിയില്ലെന്ന്? അല്ല, അത് BA ചെയ്ത് പൂർത്തിയാക്കി. MA ആണ് പൂർത്തിയാക്കാത്തത്. MA-ക്ക് ഞാൻ വടക്കേ ഇന്ത്യയിൽ പഠിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവർ 2 പേരും വടക്കേ ഇന്ത്യയിൽ പഠിച്ചിരുന്നത്. 2 ചേട്ടന്മാർ മെഡിസിൻ പഠിക്കാനും ഈ ടാറ്റയുടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു ജംഷഡ്പൂർ, അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവരിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സ്വീകരണമാണ്. അപ്പോൾ നമുക്ക് തോന്നി പുറത്തൊക്കെ പോയി പഠിച്ചാൽ നമുക്ക് ഒരിച്ചിരി സ്വീകരണമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഡൽഹി പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് അവിടെ ചെന്നപ്പോൾ എനിക്ക് ആവശ്യത്തിന് മാർക്കില്ല, 50% മാർക്ക് വേണം, 49 ഉള്ളൂ. അപ്പോൾ പിന്നെ അവിടുന്ന് കിട്ടാതെ മീററ്റിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പോയി അത് പഠിച്ചു തോന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെയല്ല വിദ്യാഭ്യാസമൊക്കെ വേണ്ടതെന്നൊക്കെ, അത് BA-ക്ക് പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് പ്രശ്നം ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് എഴുതണ്ടെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വേറെ എന്ത് ചെയ്യണമെന്നുള്ള അറിവ് അപ്പോൾ ഇല്ല. ഇങ്ങനല്ല പഠിക്കേണ്ടതെന്നുള്ള അറിവ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് വേറെ കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് BA-ക്കൊക്കെ MA-ക്ക് എത്തിയപ്പോഴത്തേന് ഞാൻ
ഈ പഠിത്തം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് അവസാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും പിന്നെ പോയി ബാംഗ്ലൂർ പോയി ഒരു ബിസിനസ് മാനേജ്മെൻ്റ് ഒരു കോഴ്സ് ചുമ്മാതെ പഠിച്ചു. എന്നെ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രോസ്പെക്ടസ്. അപ്പോൾ നമ്മുടെ ഈ ജയശ്രീ മാമിനെയൊക്കെ കണ്ടുമുട്ടുന്ന ഏത് കാലഘട്ടത്തിലാണ്? അതിന് ശേഷമൊക്കെയാണ്. ആ സമയത്ത് ഞാൻ ഒരു 21 വയസ്സേ ആയിട്ടുള്ളല്ലോ. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതി, പരീക്ഷ ഇഷ്ടമുള്ളതൊക്കെ എഴുതുകയായിരുന്നു. പരീക്ഷയ്ക്കകത്ത് ചോദ്യമൊക്കെ വേറെയാണ്. എനിക്ക് താല്പര്യമുള്ള വിദ്യാഭ്യാസം എന്താണ്, ഇതൊക്കെയാണ് എഴുതി. വിദ്യാഭ്യാസം എന്താണ്, പിന്നെ ലോക സമാധാനം, വേൾഡ് യുദ്ധം ഒഴിവാക്കണം, വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കണം. അപ്പം റസലൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെയായിരുന്നു വലിയ വിഷയം. അതൊക്കെ പഠിക്കണമെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സൈക്കോളജിയൊക്കെ വായിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെപ്പറ്റിയൊക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെ എഴുതി. ഇങ്ങനെയൊക്കെ എഴുതി ആണ് പോരുന്നത്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ അതുവഴി അങ്ങ് പോയി. ഞാൻ മനസ്സിലാക്കിയത് സാറ് അതിനുശേഷം ഞാൻ ഒരു പ്രോസ്പെക്ടസ് വീട്ടിൽ വരുന്നുണ്ട്. അത് നാരായണ ഗുരുകുലം എന്ന് പറയുന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിനകത്ത് വിദ്യാഭ്യാസം ആണ് അവരും അഡ്രസ്സ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, മതിലുകളില്ലാതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള പഠിപ്പിക്കാൻ കഴിവുള്ളവരുടെ കൂടെ ജീവിച്ചു പഠിക്കുക. ഇതാണ് അതിൻ്റെ കീ. അപ്പോൾ അത്രയും കേട്ടപ്പോൾ ഭയങ്കര കൊതിയായിപ്പോയി. അപ്പോൾ എനിക്കാന്ന് ഈ സന്യാസമോ ദൈവത്തിന് ഒന്നും എനിക്ക് ഒരു താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ ഇത് എന്നെ വലിയ സ്വാധീനിച്ചു. ആ പ്രോസ്പെക്ടസ് വായിക്കുമ്പോൾ അതിനകത്ത് ഇക്കോളജിയെ പറ്റി എഴുതിയിട്ടുണ്ട്, വേൾഡ് ഗവൺമെൻറ്റിനെ പറ്റി എഴുതിയിട്ടുണ്ട്, വൺ വേൾഡ് എക്കണോമിക്സിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ അതിനകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ്. അത് നിങ്ങളും അത് ഇന്ന് വായിച്ചാൽ നിങ്ങളും അത് അവിടെ പോയി പഠിക്കണമെന്ന് ആലോചിച്ചു പോകും. അത്രയും വിഷയങ്ങൾ വ്യത്യസ്തമായ, പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസത്തിനെ പറ്റി അതിനകത്ത് എഴുതിയിരുന്ന കാര്യവും മനഃശാസ്ത്രപരമായ സമീപനമൊക്കെ ആയിരുന്നു. അപ്പം നിത്യനിയതി എന്ന് പറയുന്ന ആൾ നടത്തുന്ന ഗുരുകുലത്തിനകത്തേക്ക്, അപ്പം ഞാൻ അങ്ങനെ അവിടെ പോയി അതിനകത്ത് ചേരുക ചെയ്തു. അവിടെ ചേർന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഇന്ത്യൻ ഫിലോസഫിയാണ് ഇതിൻ്റെ ബേസിക്കായിട്ട്. അത് തന്നെ നാരായണ ഗുരുകുലത്തിനകത്ത് നാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയാണ് അടിസ്ഥാനപരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതിന് അവർ എൻവിസേജ് ചെയ്യുന്നതാണ് അതിൻ്റെ പേര് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ദ സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്നാണ്. അത് അബ്സല്യൂട്ടൊന്നും നമുക്ക് മനസ്സിലായില്ല. സയൻസ് കൊള്ളാമെന്ന് അറിയാമെന്നാണ്. അതൊന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് അവിടെ പോയി ചേർന്നതാണ്. ചേർന്നപ്പോഴാണ് പിന്നെ ഈ ഫിലോസഫിയുടെ ലോകം മുഴുവനും കൂടെ തുറക്കുന്നത്. സാർ, അടുത്തൊരു ഘട്ടത്തിലേക്ക് ഞാൻ ചോദിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാമിനെ അറിയാൻ കുറച്ചുകൂടി കൗതുകമുള്ളൊരു കാര്യം, ജയശ്രീ മാമിനെ നമ്മൾ കണ്ടുപിടിച്ചത്. ജയശ്രീ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് ഗുരുകുലത്തിനകത്ത് ഗുരുക്കില്ല, അവർ പഠിക്കുന്ന സമയത്ത് നിത്യനിയതി എഴുതുകയും പറയും. നിത്യനിയതിക്ക് മുമ്പ് തന്നെ നടരാജഗുരു എന്ന് പറയുന്ന ഒരു ഗുരുവാണ് ഇത് തുടങ്ങിയത്, ഗുരുകുലം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ആണ് ഈ ഗുരുകുലത്തിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ നടരാജഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. നാരായണ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമശീർഷനായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവായ ആളായിരുന്നു. അപ്പോൾ ഈ നാരായണ ഗുരുവിൻ്റെയും ശിഷ്യനായിട്ടാണ് ഈ നടരാജഗുരു വരുന്നത്. പക്ഷെ അദ്ദേഹം ഫോർമലായിട്ടുള്ള വിദ്യാഭ്യാസം നേടി സോർബൺ യൂണിവേഴ്സിറ്റിയിൽ ഫ്രാൻസിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് റൂസോയെ പറ്റിയൊക്കെ പഠിക്കുകയും ബെർഗ്സൺ എന്ന് പറയുന്ന ഫിലോസഫറൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ്. സയൻറ്റിഫിക് എൻക്വയറി ആവശ്യമാണെന്ന്. പക്ഷെ അതേ സമയത്ത് ആ തരത്തിലുള്ളൊരു സയൻറ്റിഫിക് എൻക്വയറി നമ്മുടെ അറിവിലുണ്ടാക്കുന്നതാണ് നാരായണ ഗുരുവിൻ്റെ ഫിലോസഫി എന്ന് കണ്ടെത്തിയിട്ടാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സയൻസിനെയും ജീവിതത്തിനെയും ലോകത്തിനെയും പറ്റിയൊക്കെ നടരാജഗുരു എഴുതുകയും പറയുകയൊക്കെ ചെയ്താണ് ഈ ഗുരുകുലം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടാണ് നിത്യനിയതി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ കാണാനായിട്ട് ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്നത്തെ മാസികകളിലൊക്കെ എഴുതി വരും, അച്ചടിച്ചും ഒക്കെ വരും. ജയശ്രീ ഇതൊക്കെ വായിച്ചിട്ട് കുട്ടിക്കാലത്ത് തന്നെ ഗുരുകുലത്തിലുള്ള അവരെ കാണാനായിട്ട്, അവിടുത്തെ ഗുരുക്കന്മാരെ കാണാനായിട്ട് അവർ കൊല്ലത്ത് എഴുകോൺ സ്ഥലത്താണ്. അവിടെ നിന്ന് വർക്കല വന്ന് ഇവരെ കാണുന്നുണ്ട്. അത് ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പേ തന്നെ അവരവിടെ പോകുന്നവരാണ്. അപ്പോൾ അവർ പഠിക്കുന്നുണ്ട്. അവർ MSc കഴിഞ്ഞിട്ടാണ് MBBS പഠിച്ചത്. അപ്പോൾ പക്ഷേ അവർക്കൊരു ഫിലോസോഫിക്കൽ എൻക്വയറി ഉള്ളവരായിരുന്നു. ആ എൻക്വയറി കാരണം കൊണ്ട് നിത്യനിയതിയായിട്ടുള്ള നടരാജഗുരു മരിച്ചതിന് ശേഷവും അടുത്ത ഗുരുവായിട്ട് വന്ന് നിത്യനിയതിയായിട്ടും ഒരു ബന്ധം ഈ
സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യോത്തരങ്ങൾ, കാരണം അത് ഗുരുകുലത്തിനകത്തുണ്ട്, മറ്റുള്ള ഒരു ആശ്രമം പോലെ അല്ല, ഒരു എൻക്വയറി ഉള്ള പലതരത്തിലുള്ള വിദ്യാഭ്യാസ ഇതൊക്കെയുള്ള. ഈ സമയത്ത് ഈ ജയശ്രീ അവിടെ വരുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ വേറൊരാൾ അവിടെ ആയിട്ട് താമസിച്ച് പഠിക്കുന്ന ആളാണ്. പക്ഷേ ഞങ്ങൾക്ക് അന്ന് പരിചയമൊന്നുമില്ല. ഒരിക്കൽ മാത്രം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇവിടുന്ന് മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 4 പേരുമായിട്ട് ജയശ്രീ അവിടെ വരുന്ന ഒരു 4 കൂട്ടുകാരൻ. അല്ല, അന്ന് വളരെ യാദൃച്ഛികമായിട്ട് അന്ന് അവരവിടെ വരുമ്പോൾ ആ 4 പേരും കൂടെ ഒന്നിച്ച് അവിടെ വന്ന് എന്നോട് സംസാരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അന്നൊന്നും ജയശ്രീയായിട്ട് ഒരു ബന്ധമില്ല, ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ജയശ്രീക്ക് എന്നോട് കൗതുകം തോന്നി എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടി. ജയശ്രീയാണ് എന്നെ സത്യത്തിൽ തിരഞ്ഞെടുത്തത്. അത് വേറൊരു ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ ജയശ്രീ നിത്യനേതിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർഷത്തിലൊരിക്കലൊക്കെ കാണും. ആ കാണുന്ന സമയത്ത് ഒരിക്കൽ ജയശ്രീ അപ്പോൾ MSc കഴിഞ്ഞിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ യതി ഇങ്ങനെ വെറുതെ ചോദിച്ചു, നിങ്ങൾ വിവാഹമൊന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞ് പറ്റിയ ആളിനെ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം വെറുതെ കൗതുകത്തിന് അദ്ദേഹം അടുത്ത ചോദ്യം തന്നെ, ആരാണ് ഈ പറ്റിയ ആൾ എന്ന് ചോദിച്ചപ്പോൾ ഇത് അവർ പറഞ്ഞിട്ട് എനിക്കറിയുന്ന കാര്യമാണ്, ഞാനവിടെ ഉള്ള ആളല്ല. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് മൈത്രേനെ പോലുള്ള ആൾക്കാരെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴത്തേനും ഗുരുകുലം വിട്ടു പോയി കഴിഞ്ഞു. ശരിക്കും മനസ്സിലുള്ള ഇഷ്ടം ആദ്യം പറയുന്ന ഒരു പക്ഷേ അദ്ദേഹത്തോടായിരിക്കും. അതെ, അങ്ങനെ തന്നെയാണ്. ജയശ്രീ ഒരു കത്ത്, ഞാൻ ഗുരുകുലം വിട്ടുപോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു കത്ത് എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ നിങ്ങളിങ്ങനെ ഗുരുകുലം വിട്ടുപോയി തന്നെത്താനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ പോയി എന്ന് ഇവിടെ ഗുരുകുലത്തിൽ പറയുന്നത് കേട്ടു, ഉള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ല, ഞാൻ ഗുരുകുലത്തിൽ നിന്ന് പോന്നു എന്നുള്ളതേ ഉള്ളൂ, സന്യാസിയായിട്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ അങ്ങനെ ആയിരുന്നു അന്ന്. ഒരു 3 വർഷത്തോളം ഞാൻ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഗുരുകുലം വിട്ടിട്ടും ആ ജീവിതം അങ്ങനെ മാറി എന്ന് പറയത്തക്കവണ്ണം ആയിട്ടില്ലാത്ത, വേറൊരിന്ന് തുടങ്ങിയിട്ടില്ലാത്ത കാലമാണ്. അപ്പം ഞാൻ അങ്ങനെ മറുപടി ആയി. പിന്നീടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നക്സലൈറ്റുകളായിട്ടുള്ള ഒരു വലിയ സംഘം എൻ്റെ കൂടെ, അവർ സുഹൃത്തുക്കൾ, അവരെ ഞാൻ വന്ന് കാണുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഗുരുകുലം വിടുന്നത്. അത് കാരണം കൊണ്ട് സ്വാഭാവികമായി എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂടെ പഠിച്ചതിൽ ഒരുത്തൻ നക്സലൈറ്റ് പാർട്ടിയിലുള്ള ആളായിരുന്നു. ഞാൻ അയാളെ കാണാൻ വരുമ്പോൾ അയാൾ അത് വിട്ടിട്ട് വന്നിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ പാർട്ടി വിട്ട് വന്നിരിക്കുന്നവരുണ്ട്, നമുക്ക് അവരെല്ലാം കാണാം. അങ്ങനെ പോയി അവരെയൊക്കെ കാണുകയും അവരുമായി ചേർന്നിട്ടാണ് പിന്നെ ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് മാർക്സിസമൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അവരിങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു ഇൻസിഡൻ്റ് ഉള്ളതാണ് ഇത്. അത് പറയണമെങ്കിൽ ഇത് അറിയണം. അപ്പം അങ്ങനെ ഈ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ സന്യാസിയായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നതൊന്നും നല്ലതല്ല എന്നൊക്കെയുള്ള ഡിസ്കഷൻ വരികയും, ഒരു സ്ത്രീയോടൊത്ത് ജീവിക്കുന്നതാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ഇണയോട്, സ്ത്രീയോടെന്നുള്ള അർത്ഥം പോലും അല്ല, ഇണയോടൊത്ത് ജീവിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ ഡിസ്കഷൻ വന്ന സമയത്ത് ഫെമിനിസ്റ്റ് സങ്കല്പങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിൽ മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട് ഫെമിനിസം എന്താണെന്ന് പഠിക്കുന്ന ഒരു ചർച്ചയും കാര്യങ്ങളും ഭയങ്കര ശക്തമായിട്ട് വന്നു. അപ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കണം എന്നുള്ളത്, അപ്പം ഇഷ്ടപ്പെട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള അവിടെയൊക്കെ വരുന്ന പെൺകുട്ടികളെന്ന് പറയുന്നവരൊക്കെ ഞാനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നതൊക്കെ വേറെ കാര്യങ്ങളല്ലേ. അപ്പം പെൺകുട്ടികളൊക്കെ വന്ന് നിന്ന് ചിരിക്കുമ്പോൾ നമ്മളവരോട് മിണ്ടുമ്പോൾ അവർ പേടിച്ചിട്ട് നാട് വിട്ടുകളയത്തില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇണയെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഗുരുകുലത്തിലൊക്കെ എന്നോട് ഇഷ്ടം പ്രകടിപ്പിച്ച പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരോടൊന്ന് ചോദിച്ച് ചിലപ്പോൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കത്തായി എഴുതി അവർക്ക് അയച്ച്, ഞാനിങ്ങനെ ഒരു സ്ത്രീയോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു കത്തയച്ചു. ഈ കത്തുകളെല്ലാം ഗുരുകുലത്തിൽ ചെല്ലുന്നത് ഒന്നിച്ച് ഈ ഗുരുവിൻ്റെ മേശപ്പുറത്താണ്. അപ്പം ഞാനിങ്ങനെ കത്തിൻ്റെ പുറകിൽ ഒരു ഒപ്പിടും. എൻ്റെ ഒപ്പൊരു സവിശേഷമായിട്ടുള്ളൊരു ഒപ്പാണ്. എൻ്റെ വലിയ രീതിയിലൊക്കെ എഴുതും. അപ്പോൾ അത് കാരണം കൊണ്ട് അതിങ്ങനെ ആൾക്കാർക്ക് കണ്ട ഉടനെ തന്നെ ഞാനാണ് അത് എഴുതിയതെന്ന് കാണുന്ന അവിടെ ഗുരുകുലത്തിൽ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒപ്പ്. അപ്പോൾ എഴുതി ഗുരുവായിരുന്ന അദ്ദേഹം ഇതിങ്ങനെ, മൈത്രേൻ്റെ കത്ത് നിനക്ക് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. കത്തിനകത്ത് ഇതാ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരതിങ്ങനെ വായിച്ചിട്ട്, ഇതും പറഞ്ഞറിയാവുന്ന അറിവാണേ എനിക്ക്, ഞാനവിടെ ഇല്ലല്ലോ. അവർ അവരിങ്ങനെ അപ്പം കത്ത് വായിക്കുമ്പോൾ അവർ എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ചോദ്യമല്ലേ. അപ്പോൾ അവരത് യതിയുടെ കൊടുത്തു. യതി അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, നിനക്കിഷ്ടമുണ്ടെങ്കിൽ പോവാം,
പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോകുന്നില്ല പറഞ്ഞിട്ട്, കാരണം അങ്ങനത്തെ ഒരു ഡയലോഗ് പിന്നെ അവിടെ അവർ അല്ല ഞാൻ പോവായുള്ള ഇവിടെ നിന്ന് പറയത്തില്ലല്ലോ, സോ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ നേരിട്ട് പോയിരുന്നെങ്കിൽ വേറെ ആയിരിക്കും. പക്ഷെ അന്ന് അങ്ങനെയാണ്. അപ്പോൾ ഈ കത്തിന് അവർ മറുപടി എഴുതി ഞാൻ ഇവിടെ തന്നെ തുടരുകയാണ്, വരുന്നില്ല. അതങ്ങനെ തീർന്നു. ഇത് എനിക്കറിയാം, ഞാനിങ്ങനെ ഒരു കത്ത് ഇവർക്ക് അയച്ചത്. ഈ സമയത്താണ് ഈ ജയശ്രീയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോഴാണ് പറയുന്ന മൈത്രേനെ പോലെ ഒരാളെ. അപ്പോൾ എതി ഉടനെ തന്നെ ഒരു കത്ത് എനിക്ക് എഴുതി വെച്ചു, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് അവിടെ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ ഞാൻ മറുപടി എഴുതി, എന്താണ് സന്യാസിയെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ തരത്തിൽ ഫിലോസഫിയൊക്കെ ആയിട്ടിരുന്ന ഒരാളിനെ ഇഷ്ടപ്പെടുന്ന ആളിനെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ഹരിപ്പാടൊന്നും ഇവിടെ വന്നു ജയശ്രീയെ മെഡിക്കൽ കോളേജിൽ കാണും. അങ്ങനെ തുറന്നിഷ്ടം. അപ്പം ജയശ്രീ ഇങ്ങനെ യതി കത്തയച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ അന്ന് ഫെമിനിസ്റ്റ് പുസ്തകങ്ങളൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിലൊരു പുസ്തകം പിടിച്ചോണ്ടാണ് വരുന്നത്. അത് ജയശ്രീക്ക് കൊടുക്കുക. അപ്പോൾ ജയശ്രീ അന്ന് ഫിലോസഫിയൊക്കെ വായിക്കുന്ന, സയൻസും ഫിലോസഫിയാണ് ജയശ്രീക്ക് താല്പര്യം. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ 2 വർഷം തീവ്രമായ ഫിലോസോഫിക്കലും പൊളിറ്റിക്കലുമായിട്ടുള്ള ഭയങ്കര ചർച്ചയാണ്. സത്യത്തിൽ പ്രണയം എന്ന് പറയുന്ന മുഴുവനും ഫിലോസഫി മഴക്കുവാണ്. അതായത് ശരിക്കും ആശയങ്ങളോടുള്ള ഇഷ്ടമാണ് നിങ്ങളെ കണക്ട് ചെയ്തത്. ആശയങ്ങൾ അവർ തമ്മിൽ അവരെന്നെയാണല്ലോ കണ്ടെത്തുന്നത്. അപ്പോൾ അവരുടെ സെലക്ഷൻ അകത്ത് മാത്രമാണ് ഞാനുണ്ടായത്. നിലവിൽ സമൂഹത്തിലുള്ള വ്യവസ്ഥിതികൾക്കെല്ലാം അങ്ങെതിരാണോ? അല്ല. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ പൊതുവെ എന്തിനാണ് എതിർക്കുന്നത്, അല്ലെങ്കിൽ എന്തിനോടാണ് ചേർച്ചയുള്ളത്? ഞാൻ എതിർക്കുന്നത് ഏക സ്ഥലം, ഞാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതില്ല. എന്ന് പറഞ്ഞാൽ തട്ടായിട്ടാണ് നമ്മുടെ സമൂഹം രൂപപ്പെട്ടത്. പല കാടുകളിൽ പല ഗോത്രങ്ങളിലായിരുന്നു മനുഷ്യർ. ഏതാണ്ട് ഒരു 3 ലക്ഷം വർഷത്തോളം ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞ് കൃഷി ആരംഭിക്കുന്നപ്പോഴാണ് നമ്മൾ ഒരു കൂട്ടരെ പിടിച്ചു കൊണ്ടുവന്ന് മറ്റൊരു കൂട്ടർ കീഴ്പ്പെടുത്തി ആണ് ശരിക്കും പറഞ്ഞാൽ വലുതാകുക എന്ന് പറയുന്നത് കൃഷി ആരംഭിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് തട്ടായിട്ടുള്ള സമൂഹത്തിനെ രൂപപ്പെടുത്തുന്ന ഒരു ആരംഭമായിട്ട് മാറുന്നുണ്ട്. മറ്റല്ലെങ്കിൽ പിരിഞ്ഞ് പല സ്ഥലങ്ങളിലായിട്ട് മനുഷ്യർ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു 50 പേരോ 100 പേരോ ഒക്കെ ആകുമ്പോൾ ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ പിരിയുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്തിരുന്നത്. അങ്ങനെ പിരിഞ്ഞ് ലോകത്ത് വ്യാപകമായി എല്ലാ സ്ഥലത്തും മനുഷ്യർ എത്തിച്ചേർന്നെടുത്തുനിന്ന് ഒരു സ്ഥലത്ത് സ്ഥലവാസി എന്ന് നമ്മൾ പറയുന്നത് ആരംഭിക്കുന്നത് കൃഷി തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ആ കൃഷി തുടങ്ങുമ്പോൾ ഒരു അന്നോട്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ യൂറോപ്യൻസ് എന്നോ ഏഷ്യക്കാരെന്നോ അമേരിക്കക്കാരെന്നോ ഓസ്ട്രേലിയക്കാരെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു പ്രദേശത്തുള്ളവർ, തിരുവനന്തപുരത്തുകാർ, കൊല്ലംകാർ എന്ന് നമ്മൾ മലയാളികൾ പറയുന്ന ആ നിലവാരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മനുഷ്യർ രൂപപ്പെടുന്ന കൃഷിയോട് ബന്ധപ്പെട്ട് മാത്രമാണ്. ആ കൃഷി ആരംഭിക്കുന്ന സമയത്ത് മനുഷ്യർ കണ്ടുപിടിച്ച ഒരു വലിയ കണ്ടുപിടുത്തമാണ് ഈ നമ്മൾ ഈ പറയുന്ന എന്താ പറയണ്ടേ, മറ്റുള്ളവരെ അടിമകളാക്കി കൊണ്ടുവന്ന് അവരെ കൊണ്ട് പണി ചെയ്യാം. അവർ കണ്ടുപിടുത്തമാണ്. അത് നമ്മളങ്ങനെ ആലോചിക്കാറില്ല സാറിന്. പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ കൃഷി ആരംഭിച്ചവർ മറ്റുള്ളവരെ അതുവരെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നൊരു സംഭവമില്ല. പക്ഷെ ഒരാളെ കൊണ്ട് വേറൊരാൾക്ക് പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് കൃഷി തുടങ്ങിയത്. അപ്പോഴാണ് അങ്ങനെ അതുവരെ ഈ ചെറിയൊരു വിഭാഗത്തിൻ്റെ മാത്രം ജീവിതമായിരുന്നു. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ബലപ്രയോഗത്തോടെ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ താനേ വന്ന് എന്നാൽ നമുക്ക് 2 കൂട്ടർ കൂടെ ഒന്ന് ജീവിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് ആരും ആരംഭിച്ചതായി. ആ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ 2 ഗോത്രബോധ രൂപം കഴിഞ്ഞതിന് ശേഷമുള്ള മനുഷ്യരായത് കാരണം കൊണ്ട് തമ്മിൽ അങ്ങനെ അങ്ങ് ചേരത്തില്ല. അപ്പോൾ ആരാണോ ബലപ്രയോഗം ചെയ്തത് അവരുടെ താഴെയാവും മറ്റവർ. ആ താഴെയായ മനുഷ്യരുടെ ഒപ്പം 3ാമതൊരു കൂട്ടരെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരും ചേരത്തില്ല. അപ്പോഴാണ് തട്ട് സമൂഹം, നമ്മൾ ഈ പറയുന്ന ഹെറാർക്കിക്കൽ എന്ന് പറയുന്ന സമൂഹം രൂപപ്പെടുന്നത്. അങ്ങനെയാണ്. അത് വെറുതെ നമ്മൾ നോക്കിയാൽ മതി. ഒരു പട്ടാളക്കാരനും ചാകുന്നതെല്ലാം ജനറൽമാരല്ല, പട്ടാളക്കാർ തന്നെയാണ്. അവരുടെ വീട്ടുകാർക്ക് കിട്ടുന്ന കാശോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കാര്യമോ ഒന്നും തന്നെയും മേളിലിരിക്കുന്ന
യുദ്ധത്തിനകത്ത് പ്ലാൻ ചെയ്യുന്നവരുടെ കയ്യിലേ കാണുള്ളൂ. അല്ലാതെ യുദ്ധത്തിൻ്റെ ഗുണഫലം യുദ്ധം ചെയ്യുന്നവർക്കല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് ഇത് തന്നെയാണ് ഈ പറഞ്ഞതാണ്. ഇതിപ്പോൾ തുടങ്ങി ഇതിൻ്റെ കാലത്തുള്ളതല്ലത്. അല്ല, അതെനിക്ക് മനസ്സിലായി സാർ. അത് പറഞ്ഞത് ഇപ്പം ബ്രോയിലർ ചിക്കന് ഭക്ഷണം കിട്ടത്തില്ലേ, കിട്ടും, വെള്ളം കിട്ടത്തില്ലേ, കിട്ടും, അത് ദിവസവും മുട്ടയിടത്തില്ലേ? ആ മുട്ടയിടുന്നത് ആ ബ്രോയിലർ ചിക്കൻ എന്താണ് പ്രയോജനം? അത് ജീവിച്ചതുകൊണ്ട് ഇതെല്ലാം അത്രയാണ്, ജീവിച്ചിരിക്കാനേ അതിന് കൊള്ളത്തുള്ളൂ. വേറെ അതിന് വേറെ അത് മതിയെന്നുണ്ടെങ്കിൽ താൻ കറക്റ്റ് ആളാ. അതുകൊണ്ട് താനൊരു ബ്രോയിലർ ചിക്കൻ ആണെന്നാണ് ഞാനീ പറഞ്ഞത്. IT-കാരൻ ബ്രോയിലർ ചിക്കനാണ്. അല്ല, അതായിരിക്കാം, ആയിരിക്കാം എന്നുള്ളതല്ല, ആണ്. ഞാൻ സാറിന്റെ ഭാഗത്തിന് സമ്മതിച്ചു. ക്യൂബിക്കുകൾ പോലും അങ്ങനെയാ. അതിന്റെ തർക്കം അതിലല്ല. 2 അടി 4 അടിക്കകത്ത് ഒരാളിരിക്കും എന്നുള്ള കാര്യം ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളിപ്പം ആ സമൂഹത്തിന്റെ പുരോഗതിയെ കുറിച്ച്, സമൂഹം എന്ന് പറയുന്ന ഒരു സാധനം ആകാശത്ത് നിൽക്കുന്നില്ല, ആരെങ്കിലുമാണ്. അല്ല, ഞാൻ എന്റെ ചോദ്യം ഇപ്പോഴും പൂർത്തിയാക്കില്ല. ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ പുരോഗതി. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. സമൂഹം ആരുടേതെന്നുള്ള ചോദ്യമാണ്. സമൂഹത്തിന്റെ പുരോഗതി ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കാതാണ് ഈ വിഷയം ചോദിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ക്ലാരിറ്റി സാറിന്, അതാണ് ക്ലാരിറ്റിയാണ്. താൻ സമൂഹം എന്ന് പറയുന്നത് എന്താണെന്ന് താൻ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല. ആ സമൂഹത്തിൽ ഞാനുണ്ട്. ഇല്ല, ആ സമൂഹത്തിന്റെ ഗുണഭോക്താവല്ല, അതിന്റെ അടിമയാണ് താനെ. അതെങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ പറ്റും. എനിക്ക് ഇയാള് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ് താൻ IT-യിലാ ജോലി ചെയ്യുന്നത്. അപ്പോഴെനിക്കറിയാം താൻ ഒരു ബ്രോയിലർ ചിക്കൻ ആണെന്ന് എനിക്കറിയാം. അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് സാറ്, ഞാൻ നേരത്തെ പട്ടാളത്തിന്റെ കേസ് പറഞ്ഞപ്പോ മേജർ പറഞ്ഞപ്പോ അതിന്റെ ചീഫിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ ചീഫിന് മുകളിലും ആളുണ്ട്. സാറ് ഗുണഭോക്താവെന്ന് പറഞ്ഞ ആൾ വേറൊരാളിന് താഴെ തന്നെയാണ്. ആ ഗുണഭോക്താവ് ഇരിക്കുന്ന ലോകത്ത് 100 പേരുണ്ടെങ്കിൽ 10 പേർക്ക് വേണ്ടിയുള്ള സമൂഹമാണ് നിർമ്മാണം. അതിനെയാണ് ഇയാൾ സമൂഹം എന്ന് പറയുമ്പോൾ ഇയാൾ അതിൻ്റെ താഴത്തെ തട്ടിലുള്ള ആൾ മാത്രമാണ്. താനീ കുണ്ടും കുഴിയുള്ള വീട്ടിനകത്തോ ഈ റോഡിൽ കൂടെ സ്കൂട്ടർ ഓടിച്ചിട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഒരു കാറിനകത്ത് കഷ്ടിച്ച് ഇയാൾ ഓഫീസിൽ പോകുന്നുണ്ടാവും. അതാണ് തനിക്ക് തരുന്ന സൗകര്യങ്ങൾ. തൻ്റെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവരങ്ങനല്ല. അവർ ഇവിടുന്ന് പ്ലെയിനിൽ അങ്ങോട്ട് സാധാരണക്കാരനാകേണ്ട ആവശ്യം എന്താണ്? താനെന്തിനാ സാധാരണക്കാരനായത്? ഞാൻ സാധാരണക്കാരനാവാൻ നമ്മളങ്ങനെ തീരുമാനിക്കുന്നില്ല. ഇതാണ് അവർ ചെയ്തെടുത്തിട്ടുള്ളത്. താനൊരു സാധാരണക്കാരനാണെന്നും തനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും കുട്ടിക്കാലം തൊട്ട് പഠിച്ച് ബോധ്യമാക്കി തരുന്ന തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ചെയ്യാൻ പറ്റില്ല. അത് വളരെ കൃത്യമാണ്. കാരണം തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തവരാക്കി മാറ്റുക എന്ന് പറയുന്നത്. സമൂഹത്തിൽ ജനിച്ച ഒരു മനുഷ്യനും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്യുന്നുണ്ട്. അവർ രാവിലെ തൊട്ട് 25 മണിക്കൂർ പണിയെടുക്കും. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, ഈ സമൂഹത്തിൽ ഇന്ന് വരെ ജനിച്ച് മരിച്ച ഒരു മനുഷ്യനും അല്ല, ഒരു മനുഷ്യനെ പറ്റി അല്ല പറയുന്നത്. 10% ആൾക്കാരും നിന്നേ നന്നായി കഴിയുന്ന അവരെയാണ് കൊട്ടാരത്തിൽ കഴിഞ്ഞവരെന്ന് നമ്മൾ പറയുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. നല്ല വിയോജിപ്പ് എനിക്കുണ്ട്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭരണാധികാരത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന കുറച്ച് സോ കോൾഡ് ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് തന്നെ പറയാൻ വേണ്ടി പറയാം. ഇവർ ഒരിക്കലും സമൂഹത്തിന്റെ മേൽത്തട്ട് ജനിച്ചു വളർന്നതല്ല. അല്ല, അവരെയൊക്കെ വന്നത് ഇയാളെ പോലുള്ള ആളുകൾ ചിന്തിച്ചവരോ ഉണ്ടല്ല. അത് എന്നെ പോലുള്ള ആൾക്കാർ ചിന്തിച്ചപ്പോൾ ഉണ്ടായതാണ്. അവരെ വെച്ചുകൊണ്ട് ഇയാൾ എന്നോട് സംസാരിക്കൊന്നും വേണ്ട. താനെ ഹെയറാർക്കിയുടെ ആളാണെന്ന്, താനെ താഴെ തട്ടിലെ പട്ടാളക്കാരനാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവന് ആവശ്യമില്ലാതെ എന്താണ് എൻ്റെ മുതലാളി നല്ല മുതലാളിയാണെന്ന് വിചാരിക്കുന്ന ആളാണ് താനെന്ന് എനിക്ക്. എല്ലാ ജന്മിയുടെ അടിയാളർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എൻ്റെ ജന്മി നല്ല ജന്മിയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ജന്മി കറക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ടെന്ന് നല്ല ബോധ്യമുള്ളവരാണ്. അത് കുട്ടിക്കാലം തൊട്ട് ട്രെയിൻ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കും. എങ്ങനെയാണ് അനുസരണ വേണമെന്ന് പഠിപ്പിക്കും. ഒരു കുഞ്ഞും അനുസരണയുള്ളവരല്ല. അവർ സ്വാഭാവികമായിട്ട് ഓടിച്ചാടി നടന്ന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവരെ ട്രെയിൻ ചെയ്താണ് അടിമകളാക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് ആരംഭിച്ചത് ഈ തട്ട് സമൂഹം ഉണ്ടായതിനു ശേഷം. കാട്ടിക്കഴിയുന്ന മനുഷ്യർ ഇന്നും അങ്ങനെയല്ല. അവർക്ക് സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. അവർക്ക് വിഭവങ്ങളെന്ന് പറയുന്ന സാധനം അവർ അന്നന്ന് കണ്ടിട്ട് ജീവിക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ വിഭവ സമാഹരണം എല്ലാവർക്കും വേണ്ടതാണെന്ന് കാണാത്ത സമൂഹം ഉണ്ടാക്കിയതാണെന്നുള്ളത് ആരുടെയും കുഴപ്പമില്ല. അങ്ങനെയാണ് ഉണ്ടായെന്നായി പറയുന്നത്. കുഴപ്പമൊക്കെ തന്നെ പോലുള്ള ആൾക്കാർ ഉണ്ടാകുന്നുണ്ടാണ്. കാരണം ന്യായം കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ന്യായം പറയാതെ ഈ വിഷയം ചോദിച്ചറിയാനാണെന്നുണ്ടെങ്കിൽ ചേരുന്നില്ല. ഞാൻ പറഞ്ഞ ചേരുന്നില്ല എന്നൊക്കെ ഇയാൾക്ക് തോന്നുന്നതല്ലേ? അത് തോന്നൽ എവിടുന്നാ വന്നേ?
ചിലപ്പോ എന്റെ ഇതുവരെയുള്ള അറിവുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് പഠിപ്പിച്ചുണ്ടാക്കിയ അറിവാ. ആയിരിക്കാം. അത് ആയിരിക്കാന്ന് പറയാതെ അല്ല, എനിക്കത് ആകാശത്തുനിന്ന് കിട്ടുമോ അറിവ്? അല്ല, ചിലപ്പോ കിട്ടില്ല. എനിക്ക് വായിച്ചറിയാം. വായിച്ചറിയുന്നത് വേറെ മനുഷ്യർ എഴുതിയതാ. തീർച്ചയായും. അല്ലാതെ പുസ്തകത്തിനകത്ത് ആരെങ്കിലും ഒരാൾ എഴുതണ്ടേ? അപ്പൊ ഈ അറിവുകൾ എങ്ങനെ വരുന്നത്? അറിവുകൾ ഇങ്ങനെയാണ് വരുന്നത്. ആളുകളെ എങ്ങനെയാണ് മെരുക്കുന്നത് എന്ന് കണ്ടെത്തി ചെയ്തെടുത്ത ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ട്. ആ സിസ്റ്റത്തിനെയാണ് ഞാൻ പറഞ്ഞത്, താനെ ഉള്ളതല്ല ഹെറാർക്കി. അത്രയും നമ്മൾ അറിയണം. ഒരു ഗോത്രത്തിനകത്ത് കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ജനിക്കും. പക്ഷേ നമ്മൾ വളർന്ന് പ്രായപൂർത്തിയാകുന്ന സമയത്ത് എല്ലാ ഗോത്രത്തിനകത്തും പ്രായപൂർത്തി ഒരു ചടങ്ങുണ്ട്. പണ്ടേ ഉള്ളതാണ്. സ്ത്രീകൾ തിരളുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ അവർ മെൻസുറേഷൻ ചെയ്യുമ്പോൾ അവർ പ്രായപൂർത്തിയായെന്നും, പുരുഷന്മാർ നായാടിന് പോകുന്നതിന് വേണ്ടി അതിനുള്ള കുറച്ച് അവർക്ക് കോമ്പറ്റീഷനും ഒക്കെ വയ്ക്കും. എന്നിട്ടാണ് അവരെ കൂട്ടത്തിനകത്തേക്ക് കൂട്ടുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. എല്ലാ ഗോത്രത്തിലും ഉണ്ട്, പണ്ടേ ഉള്ള ആളാണ്. ഈ കുട്ടിയായിട്ട് ജനിച്ച ആള് വളർന്ന് ഒരു പ്രായപൂർത്തിയാകുക എന്ന് പറയുന്ന പ്രോസസ്സിനപ്പുറത്തോട്ട് താഴെ മുകളിലായിട്ട് അവർ വരത്തില്ലായിരുന്നു. എല്ലാ ഗോത്രത്തിലും ഉള്ള ആളുകൾ തരക്കാരാണ്, സമരാണ്, അങ്ങനെയാണ്. പക്ഷെ അവരൊന്നിച്ച് ജീവിക്കുന്നില്ല. പക്ഷെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൃഷി തുടങ്ങിയപ്പോഴാണ് ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗം കൊണ്ടുവന്ന് അടിമകളാക്കിയപ്പോൾ ആ അടിമകളായ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഇയാൾ പറയുന്നത്. നമ്മൾ വളരെ അബ്സ്ട്രാക്റ്റായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആളുകൾ വർഷങ്ങൾക്ക് ശേഷമുള്ള ഇയാൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വളരെ എസ്റ്റാബ്ലിഷ്ഡായ ഉത്തരങ്ങളുള്ളതാണ്. ആ എസ്റ്റാബ്ലിഷ്ഡായ ഉത്തരം സത്യസന്ധമായി രൂപപ്പെടുത്തിയത് അല്ലെന്നുള്ളതാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാനിത് അഴിച്ച് പറഞ്ഞത്, എങ്ങനെയാണ് നമ്മളിങ്ങനെ ഫോം ചെയ്തതെന്ന്. അപ്പം ബലപ്രയോഗത്തോടെ കൂടിയതല്ലാത്ത ഒരു സമൂഹം ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും. നമ്മൾ സാധാരണ നമ്മുടെ സമൂഹം എന്നുള്ള സമൂഹത്തിന്റെ വെൽബീയിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു തോന്നലാണ്, ഒരു ട്രിക്ക്. അവിടെയാണ് നമ്മൾ അത് അഴിച്ചു പണിഞ്ഞതാണ് വ്യത്യാസം ഉണ്ടാക്കിയത്. മറ്റേത് അത് അഴിച്ചു പണിഞ്ഞതും അറിയാതല്ല സംഭവിച്ചതാണ്. അതും സത്യത്തിൽ കൃഷിക്കാരുടെ കാലത്ത് ഈ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരെ, ഇപ്പം ഒരാളെ നമ്മൾ പിടിച്ചുകൊണ്ട് വരികയാണെന്ന് വെച്ചോ, അയാളെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പിടിച്ചുകൊണ്ട് വന്ന ഒരു തടവുകാരനായിട്ടിരിക്കുന്ന ആളെ നോക്കാൻ പോലീസുകാർ വേണ്ടേ? അപ്പോൾ ഒരു ആൾ കുന്തവും പിടിച്ച് ഇയാൾ ഓടിപ്പോകാതെ നോക്കണം, അല്ലെങ്കിൽ അയാൾ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ അയാൾ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ ആക്രമിക്കാതിരിക്കാൻ നോക്കണം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഒരാളെ കീഴ്പ്പെടുത്തി കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോൾ അയാളെ അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയൊരു സംഘം അയാളെ നോക്കിക്കൊണ്ടിരിക്കാൻ ബാധ്യത വരും. ഈ ബാധ്യതയ്ക്കകത്താണ് ഈ പിടിച്ചുകൊണ്ട് വന്ന ആളുകളും അവരുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളവിടെ വളരുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഈ പിടിച്ചുകൊണ്ട് വന്നവർക്ക് അനുകൂലമാക്കി മാറ്റുന്ന പണിയാണ് പിന്നെ ഈ സമൂഹങ്ങളിൽ മുഴുവൻ നടന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾപ്പെടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയല്ല, കീഴടക്കുക, മെരുക്കുകയാണ്. വഴിതെറ്റിക്കുകയൊന്നുമല്ല. അങ്ങനെ വഴിയും കാര്യങ്ങളെ പറ്റി ഒന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾക്ക് ഇതിവിടെ പല തട്ടിലുള്ള മനുഷ്യരുണ്ട്. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് പണിയെടുക്കാനാണ്. നിങ്ങൾ ഇങ്ങനെയുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇപ്പം നിങ്ങളിങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിനുള്ള ന്യായം എന്താണ്? ദൈവം നിങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചു. ഇതാണ് വൃത്തം. നിങ്ങൾ എന്തുകൊണ്ട് ഈ പണിക്കാരായിട്ട് ഞാൻ എന്തുകൊണ്ട് പണിയെടുക്കുകയും എനിക്ക് എന്തുകൊണ്ട് ഇതിന് ഗുണം കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നത്, ദൈവം അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ചു പോയി. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ ഭരിക്കാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ ഭരിക്കപ്പെടാനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കുട്ടിക്കാലം തൊട്ട് നിങ്ങൾക്കൊരു തൊഴിലുണ്ട്. അപ്പോൾ തൊഴിൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക്. അങ്ങനെയാണ് കുലത്തൊഴിലുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ ലോകത്തുണ്ടാകുന്നത്. കുലത്തൊഴിലുണ്ടായ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്നു. ഇയാൾ തോട്ടിൻ്റെ കരയിലാണെങ്കിൽ ആ തോട്ടിലെ മീനെ പിടിച്ച് തിന്നുന്ന മനുഷ്യനും ഉണ്ടാകും, ആ കിളികളും ഉണ്ടാകും, മൃഗങ്ങളും ഉണ്ടാകും. മനുഷ്യനെന്ന് പറയുന്ന ഒരു മൃഗവും മറ്റുള്ള മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് ആ തോട്ടിലെ മീനെ പിടിക്കുന്നുണ്ടാവും. അതിനകത്ത് വെള്ളത്തിനകത്തോട്ട് ചെന്നാലോ അവിടെ ഒരു മീൻ വേറൊരു മീനെ പിടിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് നിൽക്കുന്ന ഒന്നൊന്നിനെ ആഹരിച്ച് വളരുന്ന ഒരു ലോകമാണ്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഈ കിളിയുടെ കുലത്തൊഴിൽ എന്താണെന്ന് ചോദിക്കാറുണ്ടോ? അവിടെ കുലമില്ല. കുലമില്ല എന്നുള്ളതല്ല, കുലത്തൊഴിലെന്ന് പറഞ്ഞൊരു സാധനം ഏതെങ്കിലും ജീവികൾക്കുണ്ടോ? ഇല്ല.
അപ്പോൾ അത്രയാ മനസ്സിലാക്കണം. മനുഷ്യനും അങ്ങനെ തൊഴിലില്ല. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് അത് അവരുടെ തൊഴിലായി സ്റ്റാമ്പ് അത് ആ സ്റ്റാമ്പ് ചെയ്തതാണ് പിടിച്ചുകൊണ്ടുവന്ന് നിങ്ങൾ ഈ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ തെങ്ങുള്ളിടത്ത് തെങ്ങ കയറാൻ അറിയും. കുരങ്ങന് മരത്തെ കയറുന്നത് അവൻ്റെ തൊഴിലല്ല, ജീവനോ ഉപാധിയാണ്. ജീവനോ ഉപാധിയായിരുന്നതാണ് നമ്മുടെ പണികളെല്ലാം. അപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് എവിടെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അവിടെ എല്ലാം ഉള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. അത്രയേ ഉള്ളൂ. ആ പ്രവൃത്തി എന്ന് പറയുന്നത് തൊഴിലായി മാറ്റുന്നത് വേറൊരാൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്ന സമയത്താണ്. അപ്പോഴാണ് തൊഴിലെടുത്ത് ജീവിക്കണമെന്ന് പറയുന്ന ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കുലത്തൊഴിലാക്കുമ്പോൾ അതൊരു തന്ത്രമായി മാറും. അത് മാത്രമേ. അപ്പോൾ അത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പഠിപ്പിച്ച് തരിക. അതിനകത്ത് വേറൊന്നും നിങ്ങൾ കാണരുത് എന്ന് പറയുന്നതാണ് സാമൂഹികമായി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന മുഴുവനും. അപ്പോൾ സെമിനാരിയിൽ വിട്ട് പഠിപ്പിക്കുന്നു, മദ്രസ വിട്ട് പഠിപ്പിക്കുന്നു, മതപാഠശാലയിൽ വിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തട്ടിനകത്തെ നിങ്ങളുടെ സ്ഥലം ഏത്, അതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി നിങ്ങളുടെ കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ധർമ്മവും കർമ്മവും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് വളരെ ശരിയാണെന്ന്. വ്യത്യാസങ്ങൾ, സമൂഹത്തിനകത്തെ വ്യത്യാസങ്ങളെ ഓരോ സ്വാഭാവികമായി ഒരു മൃഗം വേറൊരു മൃഗത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് പോലെ നമ്മളുടെ ഇടയിലും ജീവിക്കുന്നതനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അത്രയുമേ ഉള്ളൂ. അപ്പം വ്യത്യാസങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശരിക്കും ഒരു മനുഷ്യൻ. അല്ല, അത് വ്യത്യാസങ്ങൾ അംഗീകരിക്കുന്നത്. ആ വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തെ അടിസ്ഥാനം. വേറെ ഒരു സാധ്യത നിങ്ങൾക്കില്ല എന്ന് പറയുന്നത്. അതിനാണ് അങ്ങനെ പഠിപ്പിച്ച് മെരുക്കി എടുത്ത്. അപ്പം പിടിച്ചോണ്ട് വന്ന സമയത്ത് ഇത് ചെയ്യാനൊക്കത്തില്ല, കാരണം അവർ ഓടിപ്പോവും. അതേസമയം കുഞ്ഞിലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിസിലടിച്ചാൽ മതി, കറക്റ്റായിട്ട് വന്ന് ഫാളിൻ ലൈനാണ്. അപ്പോൾ ഇയാൾ ചോദിച്ച് നോക്കുമ്പോൾ ഈ ഫാളിൻ ലൈനിലെ ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. കാരണം നമ്മള് ഈ പറഞ്ഞ സോ കോൾഡ് സമൂഹത്തിന്റെ അകത്തുനിന്ന് വരുന്നവരാകുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് ആ ചോദ്യത്തിനെ അഴിക്കാൻ ബാധ്യത വരുന്നത്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പോരെ. അപ്പൊ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എന്ത് പറ്റും? എന്നും നമ്മൾ ഈ ഫ്രെയിമിനകത്ത് തന്നെ നിൽക്കും. അപ്പൊ ഈ ഒരു മനുഷ്യൻ ഇണയെ തേടി ഒരാളിന് പോകുന്നു, ആ ആളിനോടുള്ള താല്പര്യം കുറയുമ്പോൾ അടുത്ത ആളിനോട് സഞ്ചരിക്കുന്ന നിലയിലുള്ള സ്വാഭാവിക നിലയിലാണ് ജീവിക്കുന്നത്. രണ്ടുപേര് തമ്മിലുണ്ടാക്കുന്ന കരാറ് പ്രകാരമാണ് ജീവിക്കേണ്ടത്. ആ രണ്ടുപേര് തമ്മിലുള്ള കരാറിനകത്ത് അവര് ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് അവർക്ക് തമ്മിൽ ചേർന്ന് ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിരിയുക എന്നുള്ളത് മാത്രമാണ്. അത് ലോകത്ത് ഏത് കരാറിനും ബാധകമാണ്. അത് ആ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എനിക്ക് ഒരു ഇണയോട് താല്പര്യം തോന്നുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലൈംഗിക ത്വരയായിരിക്കും അല്ലെങ്കിൽ ലൈംഗികതയുള്ള ആഗ്രഹമായിരിക്കാം ആ ഇണയെ തേടി പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ ആഗ്രഹം ആ ഇണയോട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ഇണയെ തേടി പോകാൻ തോന്നുന്നു. അവരുടെ കൺസെന്റോ അനുവാദവും ഇല്ലാതെ ഞാൻ വേറൊരു ഇണയെ അങ്ങനെ പറ്റത്തില്ല. കരാറാണ് അത്. ഇയാൾ ഈ ലൈംഗിക ബന്ധത്തിൽ മാത്രമുള്ളതല്ല കരാറ്. കരാറ് രണ്ടുപേര് തമ്മിലാണ്. അതുകൊണ്ടാണ് കരാറ് പ്രകാരം ഇണയെ ഇയാൾ തെരഞ്ഞെടുക്കാൻ അനുവദിക്കാത്ത സമൂഹമാണ് ഇത്. തൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂടെ ആണ് അത് തീരുമാനിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലല്ല. ഇന്നല്ല, ഈ ലോകത്ത് വിവാഹം കണ്ടുപിടിച്ച കാലം തൊട്ട് വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിലല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ്. അതൊക്കെയാണ് ഇത് പഠിക്കേണ്ടത്. അല്ലാതെ വ്യക്തികൾ തിരഞ്ഞെടുക്കുന്നത് ഗോത്രകാലത്ത് മാത്രമായിരുന്നു. ഈ തട്ട് സമൂഹത്തിനകത്ത് അങ്ങനെ എടുക്കാൻ ഒക്കത്തില്ല. സങ്കരവർഗം ഉണ്ടായി പോകുമെന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ എഴുതിയിട്ടുണ്ട്. സങ്കരവർഗം ഉണ്ടാകുന്നു. മനുഷ്യർ ഒരു ഒറ്റ കുലമാണെന്നൊക്കെ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട്. പക്ഷേ വ്യത്യസ്തതകളുണ്ട് പലതരത്തിൽ. എങ്ങനെയാണ് നമ്മൾ പിരിഞ്ഞ് പലതായെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വേറെ ആളുകൾക്ക് ഉപയോഗകരമായ രീതിയിൽ നിങ്ങൾ ചേർന്നാൽ മതി എന്ന് കണ്ടെത്തി പുരുഷന്മാരെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ലക്ഷക്കണക്കിന് ബീജമുള്ള വ്യക്തിയാണ് പുരുഷൻ. പുരുഷൻ ഒരിക്കലും ഇണ ചേരുകയല്ലാതെ കുഞ്ഞുങ്ങളെ നോക്കത്തില്ല. ആവശ്യവുമില്ല. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കുഞ്ഞിനെ അത് ഞാൻ ഒരു സംഘമായ ഗോത്രത്തിനകത്താണ് ഒരു സ്ത്രീ ഉള്ളത്. കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു ആശയമാണ്. കമ്മ്യൂൺ അല്ല, അത് ഗോത്രം എന്ന് പറയാം. ഇയാൾക്ക് ഇത് ഞാൻ പറഞ്ഞില്ല, ഇയാൾ ഈ കമ്മ്യൂൺ എന്നൊക്കെ പറയുന്നത് ഈ കാലത്ത് അല്ല. അതുകൊണ്ടാണ് കമ്മ്യൂൺ എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ വരുന്നത് ഈ സംഘജീവികളായിട്ടല്ല, തട്ട് സമൂഹത്തിനകത്ത് മാറ്റണമെന്ന് ആഗ്രഹിച്ചവരുണ്ടാക്കിയതാ.
അതല്ല നമ്മൾ പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗോത്രം കാട്ടി ചെല്ലുമ്പോൾ ഒരു സംഘം ജീവികൾ ഒന്നിച്ചൊരിടത്ത് കഴിയുന്നു. അത് കമ്മ്യൂണല്ല, ഗോത്രത്തിനെയാണ്. നമ്മളിപ്പോൾ ഒരു കൂട്ടം കുരങ്ങ്, ഒരു കൂട്ടം സിംഹം, ഒരു കൂട്ടം മാന്, ഇതൊക്കെ കമ്മ്യൂൺ എന്നുള്ള സാധനമല്ല. അവർക്ക് മറ്റൊരാളിനോട് എന്ത് പ്രതിബദ്ധതയാണ് അവിടെ ഉള്ളത്? പ്രതിബദ്ധത ആവശ്യം, ഇന്ന് നമ്മൾ ഈ കാണുന്ന പ്രതിബദ്ധതയൊന്നും അങ്ങനെ ആവശ്യമില്ല. അപ്പൊ മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള ഒരു അസൂയ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് തോന്നാവുന്ന കുശുമ്പ്, ഇതൊക്കെ മനുഷ്യന് ചിലപ്പോൾ ജനറ്റിക്കലാണ്. അതായത് അവൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. നമ്മൾ ഗോത്രം തകരത്തില്ല. ഗോത്രത്തിനകത്ത് അത് ഇയാൾ ഈ ഗോത്രത്തിനെ പറ്റി ഇയാൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ പറയുമ്പോൾ മാത്രം ഇയാൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് അത് അറിഞ്ഞൂടാത്തത്. രക്തബന്ധത്തിലുള്ളവർ തമ്മിലാണ് ഒന്നിച്ച് കഴിയുന്നത്. അപ്പം ഈ ഗോത്രത്തിലുള്ളവർ വേറൊരു ഗോത്രത്തിലുള്ള ആണും പെണ്ണും തമ്മിലാണ് ഞാൻ ഇഷ്ടപ്പെടാറുള്ളത്. 90% അങ്ങനെ ആയിരിക്കും. അപ്പം ഈ ഗോത്രത്തിൽ തന്നെ വ്യത്യസ്തരായ ആൾക്കാരുണ്ടാകുന്ന ഒരു ഗ്രൂപ്പിനകത്തു നിന്ന് വേറൊരു, അപ്പം മറ്റൊരു ഗോത്രത്തിലെ സ്ത്രീ അവർക്ക് ഇഷ്ടം തോന്നുന്ന പുരുഷനോടൊപ്പം പോരുന്ന സമയത്ത് ഈ ഗോത്രത്തിനകത്ത് അവരങ്ങ് ചേരും. ഇങ്ങനെയാണ്. അപ്പോൾ ഗോത്രം മാറുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നു ആദ്യകാലത്ത്. പുരുഷന്മാർ മാറത്തില്ല, മറന്നു വരും. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചറിയേണ്ട തലമാണ്. പുരുഷന്മാർ ഒരിക്കലും മറ്റൊരു ഗോത്രത്തിനകത്ത്, കാരണം ഈ പുരുഷന്മാർ തമ്മിലാണ് ബലപ്രയോഗം നടത്തി സ്ത്രീകളുടെ മുന്നിലെ ഞാൻ കൊള്ളാവുന്ന ആളാണെന്ന് നിൽക്കേണ്ട ആവശ്യമുള്ളത്. ബാക്കി എല്ലാ ജീവികളിലും നോക്കി ഇയാൾക്കത് കാണാൻ പറ്റും. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരുടെ റോഡിൽ ഇറങ്ങി നിന്ന ഈ സ്ത്രീകൾ വരാത്തത്. കാരണം അവർക്ക് മുട്ട വളരെ പ്രഷ്യസായ ഒന്നാണ്. അത് കുറവാണ്, മാസം ഒന്നേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ബീജമുള്ള പുരുഷന്മാർ തമ്മിൽ സമരം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ടുപേരും ബലമുള്ളവരാകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പുരുഷന്മാരുടെ ബലമെന്ന് പറയുന്നത് അധ്വാനിക്കാനുള്ളതാണ്, കുടുംബം പുലർത്താനാണെന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമ്മളെ. അപ്പം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി വരുന്നത്. ഇങ്ങനൊന്നും അല്ല ഇതൊന്നും ഉണ്ടായിട്ടുള്ളത്. പുരുഷന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി കൂട്ടത്തിൽ കൊള്ളാവുന്ന ആൾ അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പം സ്ത്രീകൾക്ക് കൊള്ളാവുന്ന ആളാണ്, അവർ തിരഞ്ഞെടുക്കും. പുരുഷന്മാരോട് സ്ത്രീകൾക്കൊന്നും തോന്നില്ല. ഇയാൾ ആ വിഷയം മനസ്സിലാക്കി ചോദിക്കും. ഇയാൾ വെറുതെ ഇവിടെ സാധാരണക്കാർ ചോദിക്കുന്ന പോലെ ഇയാളിപ്പോൾ ചോദിക്കാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ഇങ്ങനെ നോക്കി വെച്ച് അങ്ങ് പോവും. പ്രകൃതിയുടെ സ്വഭാവം അതായിരിക്കെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് സാർ പറഞ്ഞ പോലെ വലിയൊരു തരത്തിൽ മാത്രമല്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു മനുഷ്യന് വരുന്ന ലൈംഗിക ചോദനയെ നമ്മൾ പ്രായം വെച്ച് തടസ്സപ്പെടുത്തുന്നുണ്ട്. അല്ല, ആ തടസ്സപ്പെടുത്തുന്നിടം എത്തിയത് ഇങ്ങനെയാണ്. അതായത് ആ തടസ്സപ്പെടുത്തുന്നത് തെറ്റാണോ? കണിശമായിട്ട് തെറ്റാണ്. ഞാൻ തടസ്സപ്പെടുത്തുന്നത് തെറ്റാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജനാധിപത്യ സമൂഹം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ വ്യത്യസ്തമായ വിഭാഗത്തിലുള്ള മനുഷ്യർ ഒന്നിച്ചു കൂടുന്ന കാലത്താണ് ഇപ്പം നമ്മളുള്ളത്. ആ ഉള്ളവർ തമ്മിൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രായപൂർത്തിയായിട്ട് തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതിന് മുമ്പ് എടുത്താൽ നമ്മുടെ സ്വന്തം നിലയിൽ ജീവിക്കാനുള്ള കഴിവ് നമുക്കിന്നില്ലാത്തത് കൊണ്ടാണ്. അത് നമ്മളുണ്ടാക്കിയ സമൂഹത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പണ്ട് കാലത്ത് ഗോത്രത്തിനകത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി 13-14 വയസ്സാകുമ്പോൾ ഗർഭം ധരിക്കും. ഗർഭം ധരിച്ചാൽ ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിനെ LKG UKG എഞ്ചിനീയറിംഗ് കോളേജിലൊന്നും വിടണ്ട. കുഞ്ഞിനെ വളർത്താനായിട്ട് അവൾ മാത്രമല്ല, അവിടെയുള്ള മറ്റു സ്ത്രീകളും കൂടെ ചേർന്നാണ് വളർത്തുന്നത്. ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ ഒരു സ്ത്രീ വളർത്തത്തില്ലായിരുന്നു. അപ്പോൾ അവൾ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് അവളുടെ കഴിവായിട്ടാണ് കണ്ടിരുന്നത്, തെറ്റായിട്ടല്ല. അതുകൊണ്ടാണ് ഗോത്രത്തിനകത്ത് സിംഗിൾ മദർ അല്ല ഉള്ളത്, മദേഴ്സേ ഉള്ളൂ. അവിടെ ഫാദറാണില്ലാത്തത്. അച്ഛന്മാരുടെ ആവശ്യമില്ല അവിടെ. നമ്മൾ ഇന്ന് കാണുന്ന ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹം രൂപപ്പെടുന്നത് പുരുഷന്മാരുടെ ബലം തമ്മിലടിക്കാനല്ലെന്നും അത് സമൂഹ നിർമ്മാണം, ഞങ്ങൾക്ക് സമൂഹ നിർമ്മാണം എന്നുള്ള വാക്ക് അന്നില്ല, താഴെ തട്ടിലുള്ള പുരുഷൻ്റെ ബലം ഉപയോഗിച്ച് ഓരോ പണിയും എടുപ്പിക്കാൻ പറ്റുമെന്ന് വലിയ കണ്ടുപിടുത്തങ്ങളായതൊക്കെ. നമ്മൾ ഈ ലോകം മുഴുവനുള്ള കൃഷി സമൂഹത്തിൽ നോക്കിയാൽ എല്ലായിടവും പുരുഷപ്രധാനമായിട്ടുള്ള സമൂഹമാണ്. അപ്പം ഈ പ്രായ നിയന്ത്രണം എന്ന് പറയുന്നത് അത് പിന്നീട് വന്നതാ. പുതിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിനെല്ലാം. അല്ല, പുതുതാണ്, പക്ഷെ അത് ആവശ്യമുള്ളതാണെന്നാണ്. അത് അങ്ങനെ ചോദിക്കുന്നത് ഇയാൾക്ക് പിന്നെ മറ്റേ വിഷയം പിന്നെ വീണ്ടും ഞാൻ രണ്ടാമത് തിരിച്ച് ഇവിടെ വരേണ്ടി വരും. അല്ല, പഴയതിലേക്കല്ല ഞാൻ പോകുന്നത്. പഴയതിലേക്ക് അത് അങ്ങനെ പറയിപ്പിക്കും. ഇയാൾ പറയിപ്പിക്കാനാണ് ഇപ്പൊ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. എന്താണ് കാരണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണമെന്നാണല്ലോ വീണ്ടും ചോദ്യം. വേണോ വേണ്ടതിന് മുമ്പ് ചില കാര്യങ്ങൾ പ്രായത്തില് പലപ്പോഴും നിയമപരമായി തന്നെ തർക്കം തന്നെ ആ ചർച്ച വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഈ പറയുന്ന വിഷയം അറിയുന്നത് കൊണ്ടാണ്, അതിൻ്റെ സൂക്ഷ്മത അറിയുന്നത് കൊണ്ടാണ്.
അല്ലാതെ ശരി തെറ്റുകൾ വെച്ച് ലോകത്തിനെ മനസ്സിലാക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്. പണ്ട് കാലത്ത് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ശരിയും തെറ്റുമൊക്കെ. പാപം പുണ്യം, സത്യം അസത്യം, ശരി തെറ്റ് എന്ന് പഠിപ്പിച്ച് കൃത്യമാക്കി ആളുകളെ അനുസരിപ്പിക്കണം. അത് വേറെ ആൾക്കാർക്ക് വേറെ ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. അത് ഹെയറാർക്കിയുടെ നിയമമാണ്. അതല്ല നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് തനിക്കും എനിക്കും 18ാമത്തെ വയസ്സിൽ ഒരു വോട്ട് കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണമെന്ന് തൻ്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനായിട്ട് തനിക്ക് അറിവ് വേണം. ഈ അറിവ് കൊടുക്കാതെ വളർത്തുമ്പോഴാണ് നിയന്ത്രണത്തിൻ്റെ യുക്തി വരുന്നത്. അറിവ് അതുകൊണ്ടാണ് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ കൊടുക്കണമെന്ന് പറയുന്നത്. ലൈംഗിക വിദ്യാഭ്യാസം പറഞ്ഞാൽ കൊച്ചിനെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്നതല്ല. അപ്പുറത്തിരിക്കുന്ന ഇണയോട് നീതിപൂർവം പെരുമാറാൻ എങ്ങനെ പറ്റണം എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ ഉണ്ടാക്കാനാണ്. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എന്താ അത്ര സംശയം? പിന്നെ ഈ രാജാവിനെ മാറ്റി നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാക്കി അല്ലല്ല. കാരണമൊക്കെ പറയുന്നതിന് മുമ്പ് ഇതൊന്നും ആലോചിക്കും. രാജാവ് മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന 6000-7000 വർഷമായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. അവരവിടെ പോയി. അവർ മരിച്ചു പോയതല്ല, അവർ മാറ്റിയതാണ്. അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത് മാറ്റാൻ പറ്റുമോ എന്ന് ഇയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് ലോകത്ത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണ് രാജത്വം. മറ്റേത് എനിക്ക് വിഷയം അറിയുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ലോകത്തിനകത്ത് ഏറ്റവും ശക്തമായ എന്നുവെച്ചാൽ സംഘമായിട്ട് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന, തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിനകത്തു നിന്നാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമൂഹം നമ്മൾ നിർമ്മിച്ചത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ, നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ രാജ്യത്ത്, നമ്മളിപ്പോ നിൽക്കുന്ന ഈ രാജ്യത്ത് ഇതിന്റെ ഈ പറഞ്ഞ എല്ലാ തീരുമാനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടമാണ്. അല്ലെന്ന് അതാണ് ഞാൻ ഈ പറഞ്ഞു. ഭരണകൂടം അല്ല. അതുകൊണ്ട് ഭരണകൂടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ ഇവിടെ ഉള്ളത്. അതാണ് സാർ, അത് ശരിയല്ലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ല, അങ്ങനെ സംഭവിക്കുന്നു എന്നെ കൊണ്ട് ഇയാൾക്കൊരു ഉത്തരവും ഇല്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ മാറ്റം സാധ്യമാവണമെങ്കിൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഈ ചിന്താഗതിയുള്ള മനുഷ്യരെ അത് തെരഞ്ഞെടുക്കുന്നത് നമ്മളാണ്. അതിനാണ് ഇയാൾ എന്തിനാ എന്നെ അടുത്ത് ഈ വിഷയം ചോദിക്കുന്നത്? ചോദിക്കാൻ കാര്യമുണ്ട്. എന്തിനാണ് ചോദിക്കുന്നത്? അതായത് ഇവിടെ ഒരു മാറ്റം വരാൻ സാധ്യമായ ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. അത് കാണാതിരിക്കുന്നത് ഇയാൾ ഈ ചിന്തിക്കുന്നത് പോലെ. ഇയാൾ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഈ മാറ്റം വരണമെന്ന് ഇയാൾ ആലോചിക്കുന്നതുകൊണ്ടാണ്. ആ ആലോചിക്കുന്നത് ലോകത്തിനെ പറ്റിയുള്ള തൻ്റെ അറിവ് ചുറ്റുപാട് കൂടെ കടന്ന് താൻ ഈ സ്കൂളിൽ പഠിച്ച സാധനമാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കത്തില്ല. മാറ്റേണ്ടതുണ്ട്. മറ്റേ സ്കൂളിൽ ഞാൻ പറയുന്നത് സ്കൂളിൽ പഠിച്ചതാണെങ്കിൽ ഇയാൾ അനുസരണയുള്ള ഒരാളായി ഇരിക്കത്തേ ഉള്ളു. അത് ഞാൻ അംഗീകരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഇപ്പോഴത്തെ ചോദ്യത്തിനെ സാറ് ശരിക്കും അഡ്രസ് ചെയ്യുന്നില്ല. എന്റെ ചോദ്യം അല്ല, സീരിയസ്, ഞാൻ കാര്യം എന്റെ ചിന്ത ഇങ്ങനെയാണ് എന്ന് സ്റ്റാമ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞ സ്റ്റാമ്പ് അല്ല, താൻ അതിന്റെ പ്രതിനിധിയായിട്ട് ആ ചോദ്യം ചോദിക്കുന്നില്ല. അതെ, അതിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അങ്ങനല്ല, അങ്ങനെ അല്ലാതെ ചോദിക്കാൻ പറ്റും. വിഷയം പഠിക്കേണ്ടതുണ്ട്. അത് ജീവിതത്തിലെ അല്ല, അതുകൊണ്ടാണ് അതെനിക്ക് ഈ മൊമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല. അങ്ങനല്ല, അത് പഠിക്കുക. അതാണ് ഹോംവർക്ക് എന്ന് പറയുന്നത്. ആ ഏരിയ ഇയാൾ ഒരു കാലത്തും ആലോചിച്ചിട്ടേ ഇല്ല. നമ്മൾ പറയുന്ന എഴുത്തുകാർ ഇവരെല്ലാവരും ഒന്നും ആലോചിക്കാതെ പഠിക്കാതെ ചിന്തിക്കാതെയാണോ ഈ വീണ്ടും ഇയാൾ വേറെ കാര്യമായി വീണ്ടും പറയുന്നത്? താൻ ചെയ്യാത്തതിന് വേറെ ആളുകളെ പറ്റി പറയാതെ ഈ പറയുന്ന ചിന്തിക്കുന്ന എന്താണെന്ന് അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഇത് രണ്ടും. എന്നിട്ട് ഇയാൾക്കത് മനസ്സിലാകാതെ പോകുന്നതുകൊണ്ടാണ്. ജനാധിപത്യത്തിന്റെ വിദ്യാഭ്യാസം നമുക്ക് ആരംഭിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്നറിയണം. ജനാധിപത്യത്തിന്റെ ഇയാളുടെ കയ്യിലൊരു തോക്ക് തന്നിട്ട് താൻ പ്രണയിക്കുമ്പോൾ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ഈ ഭരണകൂടം എന്ന് ഇയാൾ പറയുന്നത്. ആളുകളെ കീഴടക്കി ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സെക്രട്ടേറിയറ്റ്, ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് വില്ലേജ് ഓഫീസ്, ഭരിക്കാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷൻ. ഭരിക്കാനല്ല ജനാധിപത്യത്തിലുള്ളത്, സേവനം കൊടുക്കാനും ക്രമീകരണത്തിനുമാണ്. ഇതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പറ്റാതായി പോന്നേ. നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളെ വിട്ടാൽ അയാളുടെ കയ്യിൽ കിട്ടുന്നത് വലിയ കസേര, വലിയ മേശ, വലിയ മുറി, പദവി. അവിടെ ഇരുന്ന് താഴോട്ട് നോക്കാനാണ്. ഇടയിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തിനെ അങ്ങോട്ട് വിട്ട് അവൻ മേളിൽ കയറി ഇരുന്ന് താഴോട്ട് നോക്കാനാണെങ്കിൽ പിന്നെ രാജാവിനെ മണ്ടക്കണേപ്പന്മാരെ അവിടെ കയറ്റി ഇരുത്തിയിട്ട് ഒരു പ്രയോജനമില്ല. ഈ വിഷയമാണ് പറയാത്തത്. അതായത് അവര് ശരിക്കും മണ്ടന്മാരുടെ കൂട്ടത്തിലല്ല. അവര് അല്ല, താനും ഞാനും അവിടെ പോയിരുന്നാലും അങ്ങനെ മണ്ടനാകും. കാരണം അവിടെ ഇരുന്നുകൊണ്ട് തനിക്ക് എന്താ ചെയ്യാൻ നിൽക്കുന്നത്? മുഖ്യമന്ത്രിയുടെ കസേര എന്ന് പറയുന്നതും
ആ മുറി എന്ന് പറയുന്നതും രാജാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും വൈസ്രോയിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ചിന്താഗതി എന്ന് പറയപ്പെടുന്ന ഒന്നാണ്. അതുള്ളവർ എന്തുകൊണ്ടായിരിക്കും ഇതിനെ അവർക്ക് ഇത് മാറ്റിയെടുക്കേണ്ടതാണ്. ഇതാണ് പണി. പിന്നെ ഞാനീ പറയുന്നത് ഈ താനെ അവർ മാറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് നമ്മൾ കാരണം. അവർക്ക് ഈ വിഷയവിവരം ഇല്ലാത്തത് കൊണ്ടാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. നമ്മളല്ലേ തിരഞ്ഞെടുക്കുന്നേ. 5 കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും ഈ മുഖ്യമന്ത്രി അവിടെ തന്നെ ഇരിക്കത്തില്ലല്ലോ, ഒരു പ്രധാനമന്ത്രി അവിടെ ഇരിക്കത്തില്ലല്ലോ. അതാണ് നമ്മൾ ചെയ്തെടുത്തത്. ഞാൻ ഈ പറയുന്ന കാര്യം ഇയാൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മനുഷ്യര് ഒരു 10,000-6000 വർഷം രാജാവിന്റെ കീഴിൽ കഴിഞ്ഞതാണ്. അവരുണ്ടാക്കിയ സിസ്റ്റമാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ സിസ്റ്റം നമുക്ക് മാറ്റേണ്ടതുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാക്കുന്നത് ക്ലാസ് റൂമിൽ തന്നെ തുടങ്ങാൻ നമ്മൾക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ജനാധിപത്യം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ജനാധിപത്യം ഇതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ക്ലാസ് റൂം വൃത്തത്തിൽ ഇടാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. ഇയാൾക്ക് പ്രോബ്ലത്തിന് ഉത്തരവല്ല. അങ്ങനെയല്ല. പിന്നെന്താ? അല്ലല്ല കേട്ടോ, സാർ ഇപ്പൊ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷേ സാർ ഫ്രസ്ട്രേറ്റഡ് ഞാൻ ഫ്രസ്ട്രേറ്റഡ് അല്ല. ഇയാൾ ഇത് പറ്റത്തില്ലെന്ന് വിചാരിക്കുന്ന ആളാ. അങ്ങനെയല്ല, പറ്റത്തില്ലെന്ന് വിചാരിക്കാൻ എനിക്ക് ചിലപ്പോൾ കാരണങ്ങൾ അത് എന്റെ കുഴപ്പമായിരിക്കാം. ഞാൻ അംഗീകരിക്കുന്നു. അതല്ല ഞാൻ ഈ പറയുന്നത്. മനുഷ്യരാണ്, നമുക്ക് വ്യത്യസ്തതകളുണ്ട്, ആശയങ്ങൾ. അതൊന്നും അല്ല പറയുന്നത്. ആ വിഷയമൊന്നും അല്ല. വിഷയം മനസ്സിലാകാതെ പരസ്പരം നീങ്ങുന്നുണ്ട്. ഞാനീ പറയുന്നത് ജനാധിപത്യത്തിനകത്ത്, വിദ്യാഭ്യാസത്തിനകത്ത് നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റങ്ങളാണ് ഇയാൾ ഈ നമ്മൾ മാറ്റം പറഞ്ഞു സാർ. പക്ഷെ അതല്ലല്ലോ സൊല്യൂഷൻ. കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ സാർ കുഴപ്പമുണ്ടെന്ന് ഞാൻ ഇയാൾ ഇതുവരെ ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. താൻ ഇതുവരെ ഇത് വളരെ ശരിയാണെന്ന് വിചാരിക്കുന്ന ആളാണ്. വൃത്താകൃതിയിലുള്ള ക്ലാസ് റൂമുകൾ അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങൾ നിലവിൽ ഇന്നുണ്ട്. ഇല്ല, ഒറ്റ ക്ലാസ് ഇതുവരെ ഒരു ക്ലാസ് റൂം ഉണ്ടായിട്ടില്ല. ഓഡിറ്റോറിയം വേറെയാ. ഓഡിറ്റോറിയം തന്നെ പോലെ വിവരമില്ലാതായി കഴിഞ്ഞതിന് ശേഷമുള്ളവർ ഇരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ്. കാര്യം ഇത് സിസ്റ്റം അനാലിസിസ് അറിയേണ്ടതുണ്ട്. താനെ 18ാമത്തെ ഞാൻ പറഞ്ഞത് ഇയാൾ വിവരമില്ലാതെ താന് ഹെയറാർക്കി ഉണ്ട് എന്നുള്ളത് തന്നെയായി പറഞ്ഞോണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താ എന്റെ മനസ്സിലിരിക്കുന്ന സാധനമല്ല ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഈ കസേരകളിൽ ഇരിക്കുമ്പോൾ തുല്യരായി ഇരുന്നു കൊണ്ടാണ് അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സാധനത്തിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. സിസ്റ്റമാണ് പറയുന്നത്. ആ സിസ്റ്റത്തിന് ചേരുന്ന ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഈ ക്ലാസ് റൂം ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ വൃത്തത്തിലുള്ള സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ സെക്യൂരിറ്റി കൗൺസിൽ വരെ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിനകത്ത് മാത്രമാണ് വൃത്തത്തിലിരിക്കുന്ന സ്ഥലം പോലും ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. വേറെ ഒരു ഇന്ത്യൻ പാർലമെന്റ് ഒന്നും ആയിട്ടേ ഇല്ല. അവിടെ സ്പീക്കർ ഇരിപ്പുണ്ട്. രാജാവിന് പകരമാണ് ഈ സ്പീക്കർ ഇരിക്കുന്നത്. അയാൾ നിശബ്ദമാക്കും, അയാൾ ഫോൺ ഓഫ് ചെയ്യും, ഇതെല്ലാം ചെയ്യും. നമ്മളിത് മനസ്സിലാക്കാനുള്ളത് ആ ഹെയറാർക്കി നിലനിർത്തിയാണ് അവർ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ ഇരുത്തുന്നത് ഹെയറാർക്കിക്കലായ സ്ഥലത്താണ് ഇരുത്തുന്നതെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇയാളിപ്പോൾ ഞാൻ മുഖ്യമന്ത്രി പോലെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഇയാൾക്ക് ഇങ്ങനെ എന്നോട് മിണ്ടാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ സ്ഥലം. ഇത് ചെറുതാക്കാൻ ഉണ്ടാക്കിയതാ അത്. നേരത്തെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അത് ഞാനിത് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. കാരണം നമ്മൾ ഈ ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ ഹെയറാർക്കിക്കൽ അല്ലാത്ത ഇതുകൊണ്ടാണ്. ഇപ്പോൾ ഇയാൾക്ക് ഒരു വോട്ടല്ലേ ഉള്ളത്, പ്രായം കൊണ്ട് എനിക്ക് ഒരു വോട്ട് കൂടുതൽ തരണ്ടേ, പഴയ സംസ്കാരമാണെങ്കിൽ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് ജനാധിപത്യം നമ്മൾ പറയുന്നത് ഒരാൾ തുല്യരായി മാറുന്നു എന്ന് പറയുന്നതാണ്. ഹെയറാർക്കിക്കൽ സമൂഹത്തിന് ഒരിക്കലും നമ്മൾ തുല്യരാകത്തില്ല. പദവികളിലാണ്, ഹെയറാർക്കിക്കലാണ്. അപ്പം നമ്മൾ ഒരിക്കലും തുല്യരാകത്തില്ല. ആ സമൂഹം മാറ്റി പുതിയ സമൂഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പുതിയ മൂല്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ ബാധ്യത വരുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനം എന്നാണ്. ബഹുമാനം മറ്റേത് അങ്ങനെയല്ലേ. ഇയാളെന്നെ നേരത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ബഹുമാനം എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മേപ്പോട്ട് ബഹുമാനിക്കുന്നതിനാണ് ബഹുമാനം. നമ്മൾ ആ വാക്ക് പോലും അങ്ങനെയാണ്, വാക്കിൻ്റെ അർത്ഥം പോലും അങ്ങനെയാണ്. ബഹുത്വം, ബഹു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വലുതായി അളക്കുന്നു എന്നാണ്. അളവ് കറക്റ്റായിട്ടല്ല. മാനം എന്ന് പറഞ്ഞാൽ അളക്കുന്നതിനെയാണ് മാനം എന്ന് പറയുന്നത്. ബഹുത്ത് വലുതാക്കി അളക്കുന്നു എന്നാണ് ബഹുമാനത്ത് വരുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. അപ്പം വാക്കുകളിനകത്ത് പോലും നമ്മൾ ഈ പറയുന്ന ഹെയറാർക്കി നിലനിർത്തുന്ന സമൂഹത്തിനകത്തു നിന്നാണ് നമ്മൾ ഈ വാക്കെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ലൈംഗിക വിദ്യാഭ്യാസം വേണ്ടി വരുന്നത് നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് ഇയാൾ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ലൈംഗിക ബന്ധത്തിനെയാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയല്ല.
പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കാനുമല്ല. അങ്ങനെയല്ല. ഓക്കെ. ലൈംഗിക ബന്ധത്തിനകത്ത് നിങ്ങൾ ഇടപെടുമ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് റോഡിൽ വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും 18 വയസ്സായിട്ടേ നമ്മൾ അനുവദിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് ഉത്തരവാദിത്തം എടുക്കാനുള്ള കഴിവുണ്ടോ? ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുഞ്ഞുണ്ടാവും. പക്ഷെ ആ കുഞ്ഞിനെ വളർത്താൻ അവർക്ക് കഴിയില്ല. കാര്യം അവർ വേറെ ആളുകളുടെ ചെലവിൽ കഴിയുന്നവരാണ്. ഇതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട പ്രായമാകാൻ 18 വയസ്സ് വയ്ക്കാറുള്ളത്. ആ സമയത്തേക്ക് പണ്ട് കാലത്തൊക്കെ ജോലിയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം സത്യത്തിൽ പോരാ, നമുക്ക് 25 വയസ്സൊക്കെ വെക്കാൻ ബാധ്യത വരും. കാര്യം സ്വന്തമായി വരുമാനമുണ്ടാകുന്ന ആളാകും, സ്വന്തമായി തീരുമാനിക്കാൻ കഴിവുള്ളവരായി മാറും എന്ന് നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ചയും കൂടെ വെച്ച് പരിശോധിച്ച് നോക്കിയിട്ടാണ് ഒരു 16 തൊട്ട് 25 വയസ്സ് വരെയുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടം ആളുകൾ വെക്കുന്നത്. അപ്പോഴത്തേന് അധ്വാനിക്കാൻ ഏതെങ്കിലും നിലവാരത്തിൽ സ്വന്തം ജീവിതത്തിനും മറ്റൊരു ഒരാൾക്ക് ഉത്തരവാദിത്വം എടുത്ത് കൊടുക്കാനും കഴിയുന്നവരെന്നുള്ള നിലവാരത്തിലാണ് ഈ 18 വയസ്സ് സത്യത്തിൽ വെച്ചിട്ടുള്ളത്. അത് 18, 21 ഇതൊന്നും ശരിയോ തെറ്റോ എന്നുള്ളത് കൊണ്ടല്ല, ബ്രെയിനിന്റെ വികാസവും അല്ല. ഈ വിദ്യാഭ്യാസം നമ്മൾ അപ്പുറത്ത് നമ്മളിത് പറയുന്നത് ഒരു ഏജ് ഗ്രൂപ്പിലുള്ള വിഭാഗമാണ്, മനുഷ്യൻ്റെ തന്നെ വളർന്നു വരുന്ന സമയത്തുള്ള ഒരു ഏജ് ഗ്രൂപ്പിലെ വിഭാഗമാണ്. ഇവർക്കുള്ള സ്വാഭാവികമായ ചില ചോദനകൾ, അവരുടെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ചോദനകൾ, ഇതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ നേരത്തെ സാറ് പറഞ്ഞതുപോലുള്ള ഒരു ആശയവിനിമയത്തിലൂടെ സാധിക്കുമോ? അങ്ങനെ ഇത് നമ്മൾ നിയന്ത്രണങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ക്ലാസ് റൂമുകളിലൊക്കെ ആളുകളെ ഇരുത്തുന്നത്. കുട്ടികളെ ഞാൻ ഓടി നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ അവരെ നമ്മൾ ഇരുത്താറില്ലേ? നിയന്ത്രണങ്ങൾ പഠിപ്പിച്ചിട്ട് തന്നെയാണ് സമൂഹത്തിനകത്തുണ്ടാകുന്നത്. പക്ഷെ നിയന്ത്രണം എന്തിനാണെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം അത് അതിനകത്ത് ഇല്ല. ഇയാൾ വിചാരിക്കുന്നത് നിയന്ത്രണം എല്ലായ്പ്പോഴും ഈ നിയന്ത്രിക്കപ്പെടുന്നവരുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് തോന്നും നമുക്ക്. പക്ഷെ അങ്ങനല്ല. നിയന്ത്രണം വേറെ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന നിലവാരത്തിലാണ്. ഇപ്പോൾ 18 വയസ്സ് വരെ വളർന്ന ആളിനെ പട്ടാളത്തിൽ ചേർത്ത് അങ്ങ് കൊല്ലാൻ കൊണ്ടുപോകത്തില്ലേ? വളർത്തിയ ആൾക്കാരെ വായും പൊളിച്ചിങ്ങനെ ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ? അല്ലല്ല, അവർ തെരഞ്ഞെടുപ്പിനെ പറ്റി ഇയാൾ പറയാതെ, ഇയാൾ പണ്ട് രാജാവ് ഉണ്ടാക്കിയതാണ് ആ നിയമം, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഇതറിയണം. അത് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഉണ്ടായിട്ടുള്ള 90% ഇന്ന് നിലനിൽക്കുന്ന നിയമങ്ങൾ ജനാധിപത്യത്തിൻ്റെതല്ല. അതുകൊണ്ട് അത് മാത്രമായിട്ട് ഇയാൾക്ക് ചുരുക്കി എടുക്കാനൊക്കത്തില്ല. ഞാൻ എനിക്കതെപ്പോഴും ക്ലിയർ ആയില്ല. കാരണം സാറ് പറഞ്ഞത് ലൈംഗികതയെ കുറിച്ചുള്ള പഠനമല്ല ഉദ്ദേശിച്ചത്. അല്ല, ലൈംഗികത എന്ന് പറയുന്ന എല്ലാ ജീവികൾക്കും അറിയാം, ആരും പഠിപ്പിക്കണ്ട. അവിടെ പഠിപ്പിക്കുന്നത് പരസ്പരമായി എങ്ങനെ പെരുമാറണം. അത് ഇതുകൊണ്ടാണ് അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. കാരണം നിർബന്ധമായി നിരോധിച്ചിരുന്നതാണ്. ആരും തമ്മിൽ ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നാണ് പഠിപ്പിച്ചിരുന്നത്. ഉത്തരവാദിത്വം ഒന്നിച്ച് ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി തന്നെ അവർ നിർത്തിയിരുന്നതല്ലേ. സ്കൂൾ തുടങ്ങിയപ്പോൾ തന്നെ ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി മാറ്റി വെച്ചില്ലേ. ഇതെല്ലാം നമ്മൾ ചെയ്ത് നിയന്ത്രണം മാത്രമുള്ള ലോകത്തു നിന്നാണ് ഉണ്ടായത്. അത് അങ്ങനെ ഉണ്ടാക്കിയത് അവരുടെ വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഇടമാണ് സ്കൂള്. ഈ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട് ഇതിനെ. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇപ്പോഴും ഞാനത് ഇടയ്ക്കുമ്പോൾ ഞാനത് പറയുന്നുണ്ട്. ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് റൂം അങ്ങനെ ഉണ്ടാക്കണ്ട, വൃത്തത്തിലുണ്ടാക്കാൻ റാ പോലെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആലോചിക്കാതിരുന്നത്? ഫ്രണ്ടിലിരിക്കേണ്ടത് നാട്ടിലെ പണമുള്ളവരെയും ജാതിയിൽ ഉയർന്നവരെ ഇരുത്തുന്ന സ്ഥലമായിരുന്നു ഫ്രണ്ട്. അതുകൊണ്ടാണ് അവരുടെ കൂടെ മറ്റുള്ളവരെ ഇരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബാഗിൽ ഇട്ടിരുന്നത്. ഇതിപ്പോൾ ജനാധിപത്യം വന്നപ്പോഴും നമ്മൾ അത് ആ ക്ലാസ് റൂം തന്നെയാണ് തുടരുന്നത്. അപ്പോൾ സാറ് ഞാൻ പറഞ്ഞ ആ വിഷയം പൂർത്തിയാവാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, തട്ടായ സമൂഹത്തിൻ്റെ യുക്തിക്കകത്ത് ക്ലാസ് റൂമുകളിൽ വന്നെടുത്ത് ഈ മേഖല നിശബ്ദമാക്കി വെച്ചിരിക്കുകയായിരുന്നു. കരുവണ്ടി ആളുകളെ അത് ഉദ്ദേശമായിരിക്കുന്നു വയ്ക്കുക. അതായത് സാർ പറഞ്ഞു അവനെ സ്വന്തം കാലിൽ നിർത്താൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി ആക്കിയതിനു ശേഷം മാത്രം അവന്റെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക അല്ല. ഇവര് അടുത്തറിഞ്ഞ് വളരേണ്ടതാണ്. പക്ഷെ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? അവർക്ക് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്.
കുട്ടികളായിരിക്കുന്ന 18 വയസ്സ് ഉത്തരവാദിത്വം എടുക്കാൻ പ്രാപ്തമായി. കണിശമായിട്ടും അവർക്ക് പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പഴഞ്ചൻ ബോധമാണത്. കാരണം ജോലി 18 വയസ്സിനകത്ത് എല്ലാവർക്കും കിട്ടുമായിരുന്നു. അപ്പൊ ഇപ്പൊ കോളേജിൽ നടക്കുന്ന, നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു വിഷയം, കോളേജിലെ ഇന്നത്തെ കാലത്തെ പ്രണയത്തിന് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കുന്ന രീതി, അവർക്ക് ശരിക്കും ഒരു തൊഴിൽ നേടണമെങ്കിൽ കുറഞ്ഞത് 25 വയസ്സെങ്കിലും. ഞാൻ പറയുന്നത് അവർ തൊഴിൽ നേടാതാക്കുന്നതൊന്നും ഇവരുമായിട്ട് ആ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അത് വേറെ ആളുകളുടെ ലോകത്തു നിന്നാണ്. നമ്മുടെ വിദ്യാഭ്യാസം ശരിക്കും കൊടുക്കുകയാണെങ്കിൽ 16-ാമത്തെ വയസ്സിൽ തന്നെ അവർക്ക് എല്ലാവർക്കും തന്നെത്താൻ ജീവിക്കാൻ പറ്റുന്ന വരുമാനം ഉണ്ടാക്കുന്ന ലോകം ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നമ്മളിപ്പോൾ കാണുന്നില്ലേ നിങ്ങൾ? ഇപ്പോഴത്തെ സാഹചര്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, 12-ാമത്തെ വയസ്സിൽ CEO ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? ലോകത്തുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ലോകത്തിന് നമ്മൾ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു ലോകമാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഉത്തരവാദിത്തമുള്ള ആളാക്കി മാറ്റാൻ പൊതുവേ നമ്മളെല്ലാവർക്കും നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു കാര്യം തീരുമാനിക്കാനുള്ള കഴിവില്ലാത്തവരായിട്ട് ഇരിക്കുന്നത് ഒരു 18 തൊട്ട് 25 വയസ്സിനകത്ത് കഴിവുള്ളവരായി നമ്മൾ മാറും. ഇത് നമ്മൾ പക്ഷെ ആ സമയത്താണല്ലോ കോളേജ് വിദ്യാഭ്യാസം വരുന്നത്. ഞാൻ ഇയാളെ ഈ വിഷയമേ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഈ കോളേജ് വിദ്യാഭ്യാസമൊക്കെ പഴഞ്ചൻ സാധനം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് താൻ കുടുങ്ങി പോകുന്നത്. ഞാൻ അങ്ങനെ കുടുങ്ങി പോകുന്നതല്ല, ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഈ നിലവിലെ സാഹചര്യത്തിനകത്ത് ഇയാളെ പോലുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. അത് മാറ്റുന്നത് അതിനാണ് കുട്ടികളെ എങ്ങനെയാണ് ക്ലാസ് റൂം മാറി ക്ലാസ് റൂമിനകത്ത് ഇത് പഠിപ്പിക്കുന്ന ജനാധിപത്യം എങ്ങനെ വോട്ട്. ഇപ്പോഴും നമ്മൾ രാഷ്ട്രീയമില്ലാത്ത സ്കൂളുകൾ വേണമെന്നല്ലേ പഠിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്. അത് ബ്രിട്ടീഷുകാരാണത് പഠിപ്പിച്ചത്. എന്തിനാണ് അവരത് പഠിപ്പിച്ചത്? അവർക്ക് കുറേ ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരും മതി. രാഷ്ട്രീയ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എതിരാകും. അതുകൊണ്ടാണ് രാഷ്ട്രീയം കളഞ്ഞത്. അത് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മളത് തുടരുന്നത്. അത് ശരിയാണെന്ന് വിചാരിക്കാതെ എൻ്റെ അടുത്ത് ഞാനിത് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. സാർ, ഈ അന്തിച്ചർച്ച എന്ന വാക്ക് സാർ ചർച്ചയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചു. ഞാനും ഈ അന്തിച്ചർച്ച പലപ്പോഴും സമൂഹത്തിന് ഏതെങ്കിലും നിലയ്ക്ക് ഗുണമുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാക്കുന്നുണ്ടോ എന്ന് സംശയം എനിക്ക് വന്നിട്ടുണ്ട്. പൊതുവെ കേരളത്തിലെ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അവർ മാധ്യമ പ്രവർത്തകരല്ലാതായി മാധ്യമ തൊഴിലാളികളായി മാറിപ്പോയിട്ടുണ്ട്. വെറും പെയ്ഡായിട്ടുള്ള ജോലിക്കാർ മാത്രമായിരുന്നു. മറ്റേത് അങ്ങനെ അല്ലാത്ത ഒരു വശം അവർക്കുണ്ടായിരുന്നു. അത് അവർ എക്സർസൈസ് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ അവർ പിണങ്ങി രാജിവെച്ചൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ തരത്തിലുള്ള ആളുകളുടെ തന്നെ അങ്ങ് അപ്രത്യക്ഷമായിപ്പോയി. കാരണം ഈ മാധ്യമങ്ങൾ മുഴുവനും, മാധ്യമങ്ങളെന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സ് രൂപപ്പെടുത്തുന്നതാണെന്ന് എല്ലാവർക്കും ഇന്നറിയാം. ക്ലാസ് റൂമിന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനസ്സ് രൂപപ്പെടുത്തുന്നത് മീഡിയ എന്ന് പറയുന്നതിനകത്ത് വിഷ്വലും പ്രിൻ്റ് മീഡിയയാണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ലോകമാണ് ഇന്നുള്ളത്. സൈക്കോളജി വന്നപ്പോഴാണ് അത് മനസ്സിലായത്. മനുഷ്യരുടെ മനസ്സെങ്ങനെയാണ് രൂപപ്പെടുന്നത്. അപ്പം മനസ്സെങ്ങനെ രൂപപ്പെടുത്തണം എന്ന് പറയുന്നത് ഒരിക്കൽ മനസ്സിലായതോടെ മറ്റേതാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരെങ്കിലും പോയിട്ടൊരു മാധ്യമം തുടങ്ങുകയാണ്. നാട് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മാധ്യമങ്ങൾ ആരംഭിച്ചിരുന്നത്. ഇന്നങ്ങനല്ല. ഇന്ന് നാട് എങ്ങനെ നിലനിൽക്കുന്നു എന്നറിയുന്ന ആൾക്കാർ, എങ്ങനെയാണ് അതിനെ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെതിരായി ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് മാധ്യമം. ഇവരെ അതുകൊണ്ടാവുമോ സോഷ്യൽ മീഡിയകളിലൊക്കെ പൊതുവെ ഇവരെ മാധ്യമ പ്രവർത്തകർ ചുരുക്കി മാപ്രകളെന്നൊക്കെ വിളിക്കാറില്ല? അവരത് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ പറയാനറിയുന്നത് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മേഖല രൂപപ്പെട്ടപ്പോൾ അവരവരുടെ കാര്യങ്ങൾ പറയാനൊരു വേദി അവരവർക്ക് കിട്ടിയെന്നുള്ളത് കാരണം കൊണ്ടും മറഞ്ഞിരുന്ന് എന്തും പറയാൻ പറ്റുമെന്ന് അറിയുന്നത് കാരണം കൊണ്ടും ഉണ്ടായ ഒരു സ്ഥലമാണ്. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. മറഞ്ഞിരിക്കാൻ പറ്റും, ഫേക്ക് ഐഡിയയിലിരിക്കാൻ പറ്റും, മറഞ്ഞിരിക്കാൻ പറ്റും. അപ്പോൾ സ്വന്തം വീട്ടിനകത്ത് അയലത്തുള്ളവനെ പറ്റി കുറ്റം പറഞ്ഞാൽ അവരറിയാതെ പറയുന്നവരായിരുന്നു പണ്ട്. സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള പൊതു അഭിപ്രായമാണ് ഇത്. സോഷ്യൽ മീഡിയ അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഈ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ അത് നിറഞ്ഞു നിൽക്കുകയാണ്. അതാ പറഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാവർക്കും സ്വന്തം ഇടമുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ വശത്തൂടെ അത് വന്നത്. പക്ഷെ സ്വന്തം ഇടം എന്ന് പറയുന്നത് മറഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പഴുത് അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പരസ്പരം പറയുന്നിടത്തെത്തിപ്പോയി. അതാണ് അതിൻ്റെ നഷ്ടമുണ്ടായ വശം. അപ്പോൾ ഇപ്പോഴും സാറിന് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ അവരുടെ രീതികൾക്ക് അപജയം സംഭവിച്ചു. അവര് വാങ്ങപ്പെട്ടു പോയി. അവര് തൊഴിലാളിയായി പോയി. മറ്റേതങ്ങനല്ല. മാധ്യമ പ്രവർത്തകർ ആരംഭിച്ചതായിരുന്ന പത്രങ്ങളും ടെലിവിഷനും എല്ലാം അത് മുഴുവൻ വാങ്ങപ്പെട്ടു പോയി. മനസ്സിലായി സാർ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തേക്ക് പണക്കാർ വരുന്നത് പോലെ. പണ്ട് കാലത്ത് രാഷ്ട്രീയ പാർട്ടി നാട് മാറ്റാൻ വേണ്ടി രൂപപ്പെട്ടതാണ്. അതിനകത്തേക്ക് മുതലുള്ളവർക്ക് മനസ്സിലായി ഇതിനകത്ത് കയറി നിന്നില്ലെങ്കിൽ അവർക്ക് കുഴപ്പമായി പോകുന്നു. അതുപോലെ തന്നെയാണ് പത്രത്തിനകത്ത് കയറി നിന്നില്ലെങ്കിൽ കുഴപ്പമായി പോകുന്നത്. അവൻ പത്രത്തിൻ്റെ മൂലധനം ഇറക്കുന്നവരായിട്ട് അവർ മാറി.
അതോടെ അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ന പത്രധർമ്മവും പോളിസിയൊക്കെ അവർ നിർണ്ണയിക്കും. അതിനകത്ത് ഇവർക്ക് ഒത്തിരി ശോഭിക്കുന്ന പോലെ സ്പേസസ് കൊടുക്കുന്ന പോലെ തോന്നും. പക്ഷേ ശരിക്കും നിയന്ത്രിക്കപ്പെട്ടു പോയി. അങ്ങനെ കൊച്ചു മാധ്യമം പോലും പരസ്യം വാങ്ങാതെ നിൽക്കാൻ പറ്റാതായി. ഇപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് പോലും ചെറിയ അങ്ങനെയാണ് വൈറലാകുക എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കാര്യങ്ങളൊക്കെ പരസ്യം പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ വൈറലാകുന്നത്. അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കുറച്ച് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് വരുമാനം ഉണ്ടാക്കുന്ന സാധനമായിട്ട് മാറി. അപ്പം ആ ഏരിയകളിലാണ് ആ സാധനങ്ങൾ മുഴുവൻ നിർത്തുന്നത്. അപ്പോൾ ആളുകൾ ഇപ്പം ഞങ്ങളൊക്കെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് നാട്ടിലെ ആളുകൾക്ക് ചിന്തിക്കാൻ സഹായിക്കുന്ന പുസ്തകം വിൽക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. പത്രങ്ങളെല്ലാം ഉണ്ടായത് ഒരു അഭിപ്രായം പറയാനായിട്ട് നമുക്കൊന്ന് അടിച്ച് വിതരണം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പത്രങ്ങളും ഉണ്ടായത്. അത് ആ ഏരിയ അങ്ങ് മാറിപ്പോയിട്ട് ഇന്നിത് മനുഷ്യരുടെ മനസ്സെങ്ങനെ രൂപം. പണ്ട് ക്ലാസ് റൂം മാത്രമായിരുന്നു. പല പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഇന്ന് സൂപ്പർ സ്റ്റാറുകൾക്ക് തുല്യമായ പരിവേഷം അത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്ന. നമ്മള് അതിനെ കൊതിച്ചാണ് എലക്ഷന് ഇത് വെക്കുന്നത് പോലെ തന്നെയാണ്. ന്യൂസ് വായിക്കുന്ന ആളിനെ എല്ലാവർക്കും പരിചയമാവും. അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടൊന്നുമല്ല, അവർക്ക് എന്തെങ്കിലും പുതിയ അറിവുണ്ടായിട്ടുണ്ടല്ല. എല്ലാ ദിവസവും അല്ല, ഫെയിം താനേ വന്നതാ. ഇപ്പം ന്യൂസ് വായിക്കാൻ ഇയാളെ വിളിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നു. എന്നെ എല്ലാവരും അറിയപ്പെടുന്ന ആളായിട്ട് മാറുന്നത് എനിക്ക് എന്തെങ്കിലും അറിവുണ്ടായിട്ടല്ല, ഞാൻ ആ ന്യൂസ് വായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഒരു സിനിമയിൽ ഒറ്റ തവണ അഭിനയിക്കുന്നത് വഴി എല്ലായിടത്തും പോസ്റ്റർ. പണ്ടാണെന്നുണ്ടെങ്കിൽ എത്ര പണം ചിലവാണെന്നറിയാം ഒരാളുടെ പോസ്റ്റർ അടിച്ച് വയ്ക്കണമെങ്കിൽ. ഇന്നൊരു സിനിമയിൽ ഒരാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ജ്ഞാനിയായി മാറും, കാരണം എല്ലാവരും അറിയുന്ന ആളായി മാറി. അപ്പം ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ആദ്യം അറിയില്ല. മോഹൻലാൽ കേരളത്തിലെ ഇന്ന് സമുന്നതനായ നടൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സിനിമാ മേഖലയെ ഭരിക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും പല മേഖലകളിൽ കൈവച്ച് അത്രയും വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ട് പലതും സിനിമയിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിന് സമൂഹം അർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൈകാര്യം ചെയ്യുന്നു തോന്നിയോ? ഒരു സിനിമയിൽ ഒറ്റ തവണ അഭിനയിക്കുന്നത് വഴി എല്ലായിടത്തും പോസ്റ്റർ. പണ്ടാണെന്നുണ്ടെങ്കിൽ എത്ര പണം ചിലവാണെന്നറിയാം ഒരാളുടെ പോസ്റ്റർ അടിച്ച് വയ്ക്കണമെങ്കിൽ. ഇന്നൊരു സിനിമയിൽ ഒരാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ജ്ഞാനിയായി മാറും, കാരണം എല്ലാവരും അറിയുന്ന ആളായി മാറി. അപ്പം ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ആദ്യം അറിയില്ല. അങ്ങനെ തന്നെയാണ് സിനിമാക്കാരെന്ന് പറഞ്ഞാൽ. തമിഴ്നാട്ടിലെ എം.വി. രാമചന്ദ്രൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയാവുന്നത്? സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതിന് ഇവിടെ കുറച്ചുകൂടെ സാമൂഹ്യ അവബോധമുള്ള ജനതയുള്ളത് കൊണ്ടാണ് അത് ക്യാപിറ്റലായിട്ട് മാറ്റാൻ കഴിയാതിരിക്കുന്നത്. എന്നാലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് അവരുടെ ആരുടെയും തെറ്റോ മോശമോ ഒന്നും കൊണ്ടല്ലത്. അവരർഹിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ലോകത്ത് ഏത് അറിയപ്പെടുന്ന ആളിനും അർഹിക്കാത്ത അത്രയും അറിയപ്പെടും. അത് അങ്ങനെ അറിയണം. ഇപ്പം ബുദ്ധൻ ആകെപ്പാടെ ഒരു 5000 പേരോട് സംസാരിച്ചിട്ടുണ്ടാവും. ഇന്ന് 2500 വർഷക്കാലം ആളുകൾ വേറെ ആളുകൾ പറഞ്ഞു ഉണ്ടാക്കിയ ഒരു ബുദ്ധനാണ് ഇന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനല്ല. ഒറ്റ ദിവസം കൊണ്ട് 5-10 കോടി മനുഷ്യരെ അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഒരു ബുദ്ധന്റെ നിലവാരത്തിൽ അറിയപ്പെടുന്ന ആളായിട്ട് ഈ ഒരു സിനിമ അഭിനയിക്കുന്ന വഴി ഒരാൾക്ക് മാറാൻ പറ്റും. കുടുംബം പിരിച്ചുവിട്ടു എന്നൊരു വാക്ക് ഒരു പക്ഷേ മലയാളികൾ അല്ലെങ്കിൽ കേരളം ആദ്യമായിട്ട് കേൾക്കുന്നത് മൈത്രേയനെ പോലെ ഒരാളുടെ വായിൽ നിന്നായിരിക്കും. അതിൻ്റെ ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകകരമായിട്ടും തോന്നും. അപ്പോൾ എന്തായിരുന്നു ഇപ്പം കനി കുസൃതി ജനിച്ചതിന് ശേഷം കനി പല ഇതിലും പറയുന്നുണ്ട്. മൈത്രേയൻ ആദ്യമേ പറഞ്ഞിരുന്നു, നിനക്ക് 18 വയസ്സാകുമ്പോൾ കുടുംബം പിരിച്ചുവിടും. ഈ ഒരു ആശയം അന്ന് തന്നെ മൈത്രേയനിൽ ഉണ്ടാവാൻ ഇപ്പം പറഞ്ഞ കുടുംബത്തിൻ്റെ ഹൈറാർക്കി ഈ സമൂഹം ഉണ്ടായതിലുള്ള ഹൈറാർക്കി, ഇങ്ങനെയുള്ള പല അറിവുകളുടെയും ഒരു റിസൾട്ടായിരുന്നു സ്വന്തം കുടുംബം കനി 18 വയസ്സാകുമ്പോൾ പിരിച്ചുവിടുമെന്ന് അവളെ അറിയിക്കാനായിട്ട് മൈത്രേയന് ഒരു പ്രചോദനമായത്? അല്ലെങ്കിൽ ഞാനും ജയശ്രീയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് സാധാരണഗതിയിലുള്ള വിവാഹം ഉപയോഗിച്ചിട്ടല്ല, ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ്. വിവാഹം കഴിച്ചിട്ടില്ല. അപ്പം വിവാഹം കഴിക്കാതെ ഉത്തരവാദിത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ച സ്ഥലമാണ്. അപ്പോൾ ഉത്തരവാദിത്തോടെ ജീവിക്കുകയും കുട്ടിയെ വളർത്തുക, സ്വന്തം നിലയിൽ ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സാകുമ്പോൾ അവർ പൗരനായിട്ട് അവർ മാറും. അപ്പോൾ കുട്ടി വളർന്ന് സ്വന്തം നിലയിൽ ജീവിക്കാൻ അറിയുന്ന, അപ്പോൾ ഞാൻ പറഞ്ഞു 18 വയസ്സായപ്പോൾ എൻ്റെ വർക്ക് തീർന്നിട്ടുണ്ട്, പക്ഷേ ഒരു 3-4 ലോക രാജ്യമാണ് ഇവിടെ, അതുകൊണ്ട് തന്നെത്താൻ ജീവിക്കാനായിട്ടുള്ള കഴിവ് അപ്പോഴും ആർജിക്കുന്നില്ല.
അതുകൊണ്ട് 2-3 വർഷം കൂടെ ഞാൻ സപ്പോർട്ട് തരും. ആ സപ്പോർട്ടതിന് ശേഷം ഞാൻ വിടും. അത് കഴിഞ്ഞാൽ പിന്നെ നീ ജീവിക്കുക. കാരണം അതിനുള്ള എബിലിറ്റി ഉണ്ടാകുന്ന, അവർക്ക് തന്നെത്താൻ വരുമാനം ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ അവളെ വിടുന്നത്. അത് കുഞ്ഞിനെ വളർത്തുന്നതാണ് കുടുംബം എന്നെ എൻ്റെ അറിവാണ്. 2 പേര് ഇണചേർന്ന് കുഞ്ഞിനെ വളർത്തി സ്വന്തം നിലയിൽ ആക്കുന്നതിനാണ് കുടുംബം. 2 പേര് ചേർന്ന് ജീവിക്കുന്നതല്ല കുടുംബം. കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് കൊണ്ടാ. മറ്റേ കനി എന്ന മകൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്ത് കനി ജീവിച്ചു. അങ്ങനെ തന്നെയാണ്. നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞ് 18 വയസ്സിന് മുമ്പ് വണ്ടി കൊണ്ടുപോയി ഇടിച്ചാല് കേസ് അച്ഛൻ്റെ അമ്മയുടെയും പേരിലല്ലേ? ഇപ്പോഴാണ് അങ്ങനെ. നേരത്തെ അങ്ങനെ. കാരണം അവർക്ക് അതിന് ഉത്തരവാദിത്വം നമ്മുടേതാ. അവർക്ക് ഉത്തരവാദിത്വം എടുക്കാൻ ഒക്കത്തില്ല. അവർക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് കൺസെന്റ് കൊടുക്കാൻ അവകാശമില്ലാതായി പോകുന്നത്. നിയമപരമാണ്. നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ തുല്യരാകുക എന്ന് പറയുന്നത് ഈ പ്രായപൂർത്തി, അത് 18 എന്നുള്ളത് 20, 21, 25 അത് ഒരു രാജ്യം വെക്കുന്നതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഇന്ത്യൻ രാജ്യം വെച്ചിരുന്ന 25 ആണെങ്കിൽ 25 വയസ്സ് വരെ ഞാൻ നോക്കും. അപ്പോൾ അവിടെ ഈ ഞാൻ കനിയുടെ അച്ഛനാണ്, അതായത് അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ അറിയപ്പെടാൻ മൈത്രേയൻ ആഗ്രഹിക്കില്ല. അല്ല, അത് അച്ഛത്വം ഉള്ളത് അല്ല. അച്ഛൻ എന്ന് പറയുന്നത് ഭരിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംവിധാനമാണത്. ഭർത്താവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഭരിക്കുന്ന ആളെന്നാണ്. ഭാര്യ ഭരിക്കപ്പെടുന്നവളെന്ന ആ വാക്കിന്റെ അർത്ഥം. അതൊന്നുമല്ല ജനാധിപത്യത്തിനകത്തെ എന്ത് ബന്ധമാണ് ഇണകൾ. അച്ഛൻ എന്ന് പറയുന്ന ആളിന്റെ അല്ലെങ്കിൽ അമ്മയുടെ റോൾ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകുന്നത് വരെയാണ്. മെന്റേഴ്സ്, നമ്മൾ പരിചരണം കൊടുക്കുന്നത്, പേരന്റിങ് എന്നൊക്കെ പറയുന്ന വാക്കുകളില്ലേ, ഇതെല്ലാം പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള പ്രവൃത്തിയാണ്. അപ്പൊ ഇപ്പം നിങ്ങൾക്ക് കുടുംബം എന്ന് പറയുന്നൊരു കുടുംബം എന്ന് പറയുന്നത് വളർന്നു കഴിഞ്ഞവർ തമ്മിലുള്ളതാണ്. അതിന് നമ്മൾ പണ്ട് തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ മക്കളായിട്ട് മാത്രം അറിയപ്പെടുന്നതായിരുന്നു പഴയ കാലം. അമ്മയുടെ മക്കൾ പോലും അല്ല. അത് അച്ഛൻ്റെ പേരിൻ്റെ കൂടെ കുറേ ചേർക്കത്തുള്ളായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളെ. അപ്പം അച്ഛൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഒരാൾ ഒറ്റയ്ക്ക് പോകുമ്പം ഫാമിലി എന്താ കൊണ്ടുവരാഞ്ഞെന്ന് ചോദിക്കും. ഇയാൾ ഫാമിലി അല്ല. അച്ഛന്മാരൊന്നും ഫാമിലി അല്ല. ഫാമിലി ആയിട്ട് ഞാൻ പോയെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരാണ് അയാളെ? അല്ല അല്ല, അത് ആ വാക്ക് ശ്രദ്ധിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി എവിടെയെന്ന് ചോദിക്കാറില്ല ആരും. ഫാമിലിയെ കൊണ്ട് നിങ്ങൾ എവിടെ പോയി എന്ന് ഒരു സ്ത്രീയോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഭർത്താവിനെ വേറെ തന്നെ പറയേണ്ടി വരും. അല്ലാതെ ഇയാള് നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുപോകാൻ എന്താന്ന് ചോദിക്കത്തേയില്ല. ഇയാൾ സൂക്ഷിച്ച് നോക്ക്. എനിക്ക് മറുപടി പറയാനായിട്ട് മാത്രം ഇരിക്കാതെ സൂക്ഷിച്ച് നോക്കിയാൽ അത് കാണാൻ പറ്റും. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാണെങ്കിൽ ഫാമിലിയായിട്ട് പുറത്ത് പോയെന്ന് പറഞ്ഞാൽ ഒരു തെറ്റൊന്നുമില്ലെന്ന് തോന്നും. പക്ഷെ ഭർത്താവ് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഫാമിലി എവിടെയെന്ന് ചോദിച്ചാൽ ഭാര്യയും കുഞ്ഞുങ്ങളുമാണ്. ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ പോകുമ്പോൾ ഫാമിലി പോയെന്ന് പറയും. എൻ്റെ ഫാമിലി പുറത്ത് പോയിരിക്കുക എന്ന് പറയും. ഇയാൾ ഫാമിലി അല്ല. ഒരു സമയത്തും പുരുഷൻ ഫാമിലി അല്ല, അയാളുടെ ഫാമിലിയാണ്. ഇതാണ് സ്ഥലം. ഇതൊക്കെ അങ്ങനല്ല. ഞങ്ങൾ 2 പേരും ആദ്യമേ തന്നെ ഇണകളാണ്. ഇപ്പോഴും ഇണകളാണ്. ഒരു സമയത്ത് ഞങ്ങൾ എന്നും ഇണകളാണ്. ഞങ്ങൾ പിരിയണം എന്നുള്ളവർക്ക് പിരിയാം, അത് വേറെ കാര്യമാണ്. ഞാൻ ജയശ്രീ ഇണകളാണ് താമസിക്കുന്നത്. ഞങ്ങൾ 2 പേരും 2 ഈ നാട്ടിലുള്ള 99% ആൾക്കാരും 2 താമസിക്കുന്നത്. പക്ഷെ അപ്പോഴും അവർ അങ്ങനെ അല്ലെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ആണെന്ന് അറിയാം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഗൾഫിലെ ഒരിക്കൽ പോലും ഞങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നിച്ചു കൂടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയുന്നുണ്ടാവും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടാവും എന്ന് പറയും. അത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് ചെയ്തിരുന്ന പ്രവൃത്തി കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നതാണ്. ഞങ്ങളിപ്പോ ഒരു മാസം മുമ്പ് ഒന്നിച്ചു കൂടി ഗോവയിലെ. ഒരാൾ തീരുമാനിക്കാൻ ഒക്കത്തില്ല. അല്ല, ആഗ്രഹം തോന്നുമ്പോൾ ഒരാൾ മറ്റേയാൾ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് വരാൻ കഴിയുന്ന 3 പേരും പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ചു കൂടുന്നതിന് പ്ലാൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ ഇന്നടുത്ത്, ഇപ്പോൾ അവൾ ഗോവയിൽ നിന്ന് ആണ് സാങ്കേതികമായി താമസിക്കുന്നത്, പക്ഷേ അഭിനയിക്കാനായിട്ട് എല്ലായിടവും പോകും. അപ്പോൾ അവൾ വരികയാണ് നാട്ടിലേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എവിടാ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ അടുത്ത് കൊച്ചിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 4-5 ദിവസം കൂടെ ഉണ്ടാവും എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അർത്ഥം 4-5 ദിവസം ഉണ്ട്, വേണമെങ്കിൽ വരാം. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് ഞാൻ ഞാനും വരാം. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ കണ്ണൂർ പോകുന്നുണ്ടാവും എന്ന് പറഞ്ഞ ഒരു വരി അയക്കുന്നുണ്ടാവും.
എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ചെല്ലുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് 3 പേർ കൂടെ കൂടും. എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ എനിക്കൊരു ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യം വന്നാലൊക്കെ അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇടപെടാം. അത് ഒരാൾ ഒരാൾ ചോദിക്കുന്ന അനുസരിച്ചിട്ടാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. അവർ അസുഖമുണ്ട്, ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ കണിശമായിട്ടും പോകും. അങ്ങനെ അത് ചെയ്തിരിക്കുന്നുണ്ടാവും. അത് കനിയായതുകൊണ്ടോ പോലുമല്ല, അത് ഇയാൾ ചോദിച്ചാലും ഞാൻ വരുന്നുണ്ടാവും. അത് നമ്മൾ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളാണ്. ഒരാൾക്ക് അസുഖമാണ്, കൂടെ നിൽക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നത് അറിയുന്ന ആരോടും ചോദിച്ചാൽ മറ്റെല്ലാവരും ചെയ്യും. നമ്മുടെ ഈ ആശുപത്രിയിലെല്ലാം നമ്മൾ പരിഹരിക്കുന്ന ഡോക്ടർമാരൊന്നും നമ്മുടെ ബന്ധുക്കളല്ല, സിസ്റ്റങ്ങളാണ്. അത് കാരണം കൊണ്ട് അവിടെ നമ്മൾ ചെല്ലുകയോ എടുക്കുകയോ അവരുടെ ശമ്പളം ഉണ്ടായ കാരണം കൊണ്ട് ഇയാളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ മോശമായിട്ട് തന്നോട് പെരുമാറാനും പറ്റും. അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതല്ലേ. മക്കളായാലും മോശമായിട്ട് പെരുമാറത്തില്ലേ. അപ്പം അത് ആ പെരുമാറ്റം നന്നാകുക എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയ ഒരു സ്ഥലത്തു നിന്നാണ്. പക്ഷേ സിസ്റ്റങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് കൂടുമ്പോൾ അപ്പോൾ എനിക്ക് അസുഖമാണ്, എന്നെ നോക്കാൻ എൻ്റെ കൂട്ടത്തിൽ ആരും വീടില്ല, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണിശമായിട്ട് പോകും. അതിനൊന്നും ഒരു സംശയമില്ല. അത് അവിടെ ഉണ്ടാകും. ഇപ്പോൾ ജയശ്രീക്ക് ഞാൻ എന്താണ് മരമൊക്കെ നട്ട് അവിടെ ഹിമാചലിൽ താമസിക്കുമ്പോൾ ജയശ്രീക്ക് ഓപ്പറേഷൻ വന്നു. ഞാൻ അവിടെ നിന്ന് വന്ന് ഒരു മാസം ജയശ്രീയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യും. അതിപ്പോൾ എനിക്ക് അസുഖം വന്നാൽ ജയശ്രീ കണിശമായിട്ടും വരും. ജയശ്രീക്ക് അപ്പോൾ അവധി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവധി എടുത്ത് ടൈം ഉണ്ടാക്കി വരേണ്ടി വരും. ജോലി ചെയ്യുന്ന ആളായത് കാരണം കൊണ്ട് അത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറയും ജയശ്രീക്ക് ഒത്തിരി പണിയെടുക്കേണ്ടി വരും. രണ്ട് ഒരു HOD ആയിട്ടിരിക്കുന്ന ഒരാളാണ്, അവരവധി എടുത്താൽ നല്ല പണിയാണ്. അപ്പോൾ എന്നെ നോക്കാൻ ഇഷ്ടമുള്ള ഒരു 100 കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ജയശ്രീയോട് പറയും, ജയശ്രീ 2 ദിവസം വന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം, ഇവിടെ ആളുണ്ട് എന്ന് പറയും. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന, ഇത് എല്ലാവരുടെയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എൻ്റെ സവിശേഷ കാര്യമൊന്നും അല്ലല്ലോ. എപ്പോഴും ഇപ്പോൾ കുവൈറ്റ് ജോലി ചെയ്യുന്ന മകനോ മകളോ വരാൻ കഴിയാതിരിക്കത്തില്ലേ? അമേരിക്ക കഴിയുന്നവർക്ക് വരാൻ കഴിയാതിരിക്കത്തില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ഓഫീസിൽ ഭയങ്കര പണിയുള്ളവരുടെ സമയത്ത് അവധി എടുത്ത് വരാൻ കഴിയാതിരിക്കുന്ന സമയത്ത് അവർക്ക് വരാൻ കഴിയാതെ പോകും. അതൊക്കെ എല്ലാ മക്കൾക്കും ഉള്ളത്, എല്ലാവർക്കും ഉള്ളത് കാര്യങ്ങൾ തന്നെ. അപ്പോൾ എന്തായാലും ഇത്രയും സമയം ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് നമ്മുടെ ആശയവിനിമയം മുന്നോട്ട് പോയത്. ഇത്രയും നേരം പല നിലയിലുള്ള ഉൾക്കാഴ്ചകളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റി. ഇപ്പോഴും ചില ക്ലാരിറ്റി ഇല്ലാത്ത ചില മേഖലകൾ അവശേഷിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഞാൻ തികച്ചും കണ്ടത് വ്യത്യസ്തനായ ഒരു മനുഷ്യനാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. അത് ഉറപ്പാണ്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ ഒരു ആശയവിനിമയത്തിന് പൂർണ്ണ മനസ്സോടെ കൂടെ ഇരുന്നതിന് നന്ദി. ശരി.